പഠനത്തിൽ ഇടയ ലേഖനങ്ങളുടെ പഠനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മുഖവരയായി ഇടയ ലേഖനങ്ങളുടെ പശ്ചാത്തലവും അതോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. ഇടയലേഖനങ്ങൾ എന്തുകൊണ്ടാണ് നാം പഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു. പ്രത്യേകിച്ചും സഭയുടെ ഗവേണൻസ്, സഭയുടെ ഭരണം ഇന്ന് വ്യത്യസ്ത നിലകളിലുള്ള സഭാ ഭരണ സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ആധികാരികവും അപ്പോസ്തലികവുമായ ഭരണ സംവിധാനം എങ്ങനെയാണ് ഒരു സഭയുടെ ഘടന, അതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വ്യക്തമായ രേഖ എന്ന് പറയുന്നത് ഇടയലേഖനങ്ങളാണ്. അതുപോലെ ഇടയ നേതൃത്വത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ദൈവശാസ്ത്രവും, ഇടയ നേതൃത്വ ശുശ്രൂഷ. ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയുടെ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇടയലേഖനങ്ങളിൽ നിന്നാണ്. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇത് നൽകുന്നു. അതുപോലെ പാസ്റ്ററോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഡീക്കൻസ്, ശുശ്രൂഷകന്മാർ എന്നാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡീക്കൻസിന്റെ സഭാ ശുശ്രൂഷകനെ അല്ലെങ്കിൽ സഭയുടെ അധ്യക്ഷനെ, ഇടയനെ സഹായിക്കുന്ന സഭാപ്രതിനിധികൾ, അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? പലപ്പോഴും നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മള് ഈ കൗൺസിലുകളൊക്കെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇക്കാലങ്ങളിൽ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ ആ ആളുകൾ മാറിയിട്ട് പിന്നീട് അടുത്ത ഭരണസമിതി വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം അല്ലായിരുന്നു ഈ ഡീക്കൻസിനെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ലോക്കൽ ചർച്ചിൽ നിന്നും ദൈവകൃപയും പരിശുദ്ധാത്മനിറവുമുള്ള സഹോദരന്മാരെ കണ്ടെത്തി പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷകന്മാരായി എന്ന് പറഞ്ഞ ഡീക്കൻസ് ആയി നിയോഗിക്കുമ്പോൾ അവരെല്ലാ കാലത്തും ഡീക്കൻസാണ്. അവരെല്ലാ കാലത്തും ആ സഭയുടെ ഡീക്കൻസാണ്. അതുപോലെ സഭയുടെ ശുശ്രൂഷകൻ, അല്ലെങ്കിൽ ശുശ്രൂഷകൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇടയൻ, സഭയുടെ ഇടയനായിട്ട്, മൂപ്പന്മാരായിട്ട് അതാത് ലോക്കൽ ചർച്ചുകളിൽ നിന്നും ആണ് അപ്പോസ്തലന്മാര് ദൈവവിളിയും കഴിവും യോഗ്യതയുമുള്ള ആളുകളെ നിയോഗിച്ചിരുന്നത്. അപ്പം അതാണ് സഭകൾ തോറും മൂപ്പന്മാരെ നിയമിക്കേണ്ടതിന് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ എഫെസോസിലുള്ള മൂപ്പന്മാരെ മിലേത്തോസിലോട്ട് വിളിച്ചു വരുത്തുന്ന, എന്നിട്ട് അവരെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ആ സഭയിൽ ഒരു ഇടയനെ പ്രാർത്ഥിച്ച് നിയോഗിക്കുകയാണ്. തന്നോടൊപ്പം തന്നെ ഡീക്കൻസിനെയും കൂടെ ആ സഭയ്ക്ക് വേണ്ടി ആക്കുകയാണ്. അപ്പൊ ആ സഭയ്ക്ക് വേണ്ടി, ആ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും അങ്ങനെ ഒരു ഇടയനെ അവിടെ നിയോഗിക്കുന്നത്. അപ്പം ഇന്നത്തെ രീതിയിലുള്ള ഈ സ്ഥലം മാറ്റ സംവിധാനമൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്ന് എഫെസോസിലെ മൂപ്പനെ കൊലോസ്യ സഭയിലോട്ടും കൊലോസ്യ സഭയിലെ ആളിനെ തെസ്സലോനിക്കയിലോട്ടും അങ്ങനെ വിടുന്ന, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിന്റെ ജനാധിപത്യപരമായ ഒരു നീക്കം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു സഭ യുടെ വളർച്ചയ്ക്കും അതിന്റെ കെട്ടുറപ്പിനും അവിടുത്തെ ശുശ്രൂഷയ്ക്കും ആ ദേശത്തെ വേലയ്ക്കും വേണ്ടി ഒരു പ്രദേശത്തെ സഭയിൽ ഒരു ശുശ്രൂഷകനെ അല്ലെങ്കിൽ ഒരു ഇടയനെ നിയോഗിച്ചാൽ അദ്ദേഹമാണ് അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്നത്. അദ്ദേഹമായിരിക്കണം അവിടുത്തെ ശുശ്രൂഷ. എന്തെങ്കിലും അത്യാവശ്യമായ അടിയന്തരമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ മാത്രമേ മറ്റൊരാളിനെ അവിടെ ആക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് നമ്മൾ ഇന്നത്തെ രീതിയും അന്നത്തെ രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതായിരുന്നു ഈ പുസ്തകം പഠിക്കുന്നതിന്റെ ഒരു കാരണമെന്ന് പറയാം. രണ്ടാമതായിട്ട്, ഈ കാലഘട്ടത്തിൽ ധാരാളം ഉപദേശങ്ങൾ, ധാരാളം ദുരുപദേശങ്ങൾ, ഉപദേശ വ്യത്യാസങ്ങൾ
വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ അഭിപ്രായപരമായ വ്യത്യാസവും ഉപദേശപരമായ വ്യത്യാസവും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയണം. ഇപ്പൊ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വ്യക്തിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു സഭയുടെ അഭിപ്രായം മറ്റൊന്നാണ് എന്നുള്ളത് കൊണ്ട് അത് ദുരുപദേശമാകണമെന്നില്ല. ഇപ്പം ഏതെങ്കിലും ഭരണപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ ആശയപരമായ വ്യത്യാസങ്ങൾ പലയിടങ്ങളിലും ഉണ്ട്. അത് വ്യക്തികൾ തമ്മിലും പലതരത്തിലുള്ള ആശയങ്ങളുടെ വ്യത്യാസമുണ്ട്. എന്നാൽ ഉപദേശത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ നിന്നും കുറച്ചും കൂടെ മാറി നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു, ത്രിയേക ദൈവത്തിന്റെ ത്രിയേക സ്വഭാവത്തെ നിഷേധിക്കുന്നു. അതുപോലെ ദൂതന്മാരെ, പരിശുദ്ധാത്മാവിനെ, കർത്താവിന്റെ വരവിനെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുന്ന രീതിയിലുള്ള ദുരുപദേശങ്ങൾ അത് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ അത് വർദ്ധിച്ചു വന്നു. 3-ാം നൂറ്റാണ്ടിൽ പിന്നെയും ഉണ്ടായി. 6-ാം നൂറ്റാണ്ട് വരെ ഭയങ്കരമായ ദുരുപദേശങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആധുനിക കാലത്ത്, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പല കാര്യങ്ങളിലും പെന്തക്കോസ്ത് സഭകൾ തമ്മിൽ യോജിപ്പില്ലാതെ പല കാര്യങ്ങളിലും വ്യത്യാസമാണ്. എന്നാൽ മിക്ക കാര്യങ്ങളിലും പെന്തക്കോസ്ത് സഭകൾ ഒരുപോലെ തന്നെയാണ് ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ കാര്യത്തിലായാലും, സ്നാനത്തിന്റെ കാര്യത്തിലായാലും, രക്ഷയുടെ കാര്യത്തിലായാലും ഒക്കെ വളരെ ഏകീകൃതമായ ഒരു കാര്യമുണ്ടെങ്കിലും സ്വതന്ത്രമായിട്ടുള്ള പല സഭകളും അവരുടെ വ്യത്യസ്തമായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്ക് ന്യൂ ജനറേഷൻ ചർച്ചസ് വളരെയധികം ആവിർഭവിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ആ സഭകൾക്കൊക്കെ നല്ല വളർച്ചയും ഉണ്ടാകുന്നു. അപ്പൊ പരമ്പരാഗത സഭകളിലുള്ള പല കാര്യങ്ങളും ഇപ്പൊ ആഭരണം പോലെയുള്ള കാര്യങ്ങൾ, വസ്ത്രധാരണം പോലെയുള്ള കാര്യങ്ങളിൽ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് പോയിരുന്ന പരമ്പരാഗത പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് വ്യത്യസ്തമായി പെന്തക്കോസ്ത് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ഇളവ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്രമാത്രം ശക്തമായി പഠിപ്പിക്കുകയോ ചെയ്യാതെയാണ് ഈ ന്യൂ ജനറേഷൻ ചർച്ചസ് ഒക്കെ വരുന്നത്. അതെല്ലാം വ്യത്യസ്ത നിലകളിലുള്ള ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന്റെ ഒരു തീർപ്പ് കൽപ്പിക്കുകയല്ല നമ്മൾ. എന്നാൽ ഒരു സഭയുടെ യഥാർത്ഥമായ അപ്പോസ്തലിക ഉപദേശം എന്താണെന്നും അതുപോലെ ദുരുപദേശത്തെ എങ്ങനെ കണ്ടെത്തണമെന്നും അവയെ എങ്ങനെ എതിർത്ത് നിൽക്കണമെന്നും ഉള്ള കാര്യം നമുക്ക് പഠിപ്പിക്കുന്നത് ഇടയലേഖനങ്ങളാണ്. അപ്പൊ ദുരുപദേശങ്ങളെ എതിർത്ത് നിൽക്കേണ്ടതിന്റെ ആവശ്യകത, അവയെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അപ്പോസ്തലിക ഉപദേശം, യഥാർത്ഥത്തിലുള്ള അപ്പോസ്തലിക ഉപദേശത്തിൽ നാം നിലനിൽക്കേണ്ട ആവശ്യകത, ഇതിനെക്കുറിച്ച് നമുക്ക് ഇടയലേഖനങ്ങളിലാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇടയലേഖനങ്ങൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇടയലേഖനങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഒരു ചരിത്രരേഖയും കൂടിയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രരേഖ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളാണ്. അപ്പോസ്തല പ്രവർത്തികളിൽ സഭയുടെ ആരംഭം മുതൽ വിശുദ്ധ പൗലോസിന്റെ 1-ാമത്തെ റോമൻ തടവ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പ്രധാനമായിട്ടും പത്രോസിന്റെയും പിന്നീട് പൗലോസിന്റെയും ശുശ്രൂഷകളാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളിൽ വ്യക്തതയില്ലാത്ത ചില ചരിത്ര കാര്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവർത്തികളിൽ വ്യക്തതയില്ലാത്ത ചില ചരിത്ര കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം 3 വർഷം അറേബ്യ മരുഭൂമിയിൽ പോയി എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ കണ്ടിന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷെങ്കിൽ അത് മനസ്സിലാകത്തില്ല. എന്നാൽ പൗലോസിന്റെ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം മനുഷ്യനോട് ആലോചന ചോദിക്കാതെ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് വേണ്ടി താന് വേറിട്ട ദൈവസന്നിധിയിൽ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ആ ഭാഗം അപ്പോസ്തലന്റെ ആ ഒരു രചനയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നത്. അതുപോലെ സഭയുടെ ചരിത്രപരമായ പല കാര്യങ്ങളിലും അപ്പോസ്തല പ്രവർത്തികൾ മൗനം പാലിക്കുന്ന പല കാര്യങ്ങളിലേക്കും വെളിച്ചം വീശുന്നത് ഈ ഇടയലേഖനങ്ങളാണ്, പ്രത്യേകിച്ചും പൗലോസിന്റെ എഴുത്തുകളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇത് ആദിമസഭയുടെ ചരിത്രത്തിന്റെ ഒരു അനുബന്ധവും കൂടിയാണ്. പ്രത്യേകിച്ച് പൗലോസിന്റെ മിനിസ്ട്രി 1-ാമത്തെ റോമൻ കാരാഗ്രഹവാസത്തിന്റെ ആരംഭം കൊണ്ട് അവസാനിക്കുമ്പോൾ
അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അല്പമെങ്കിലും വെളിച്ചം ലഭിക്കുന്നത് തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗവും കൂടിയായി നിൽക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ഇതിന്റെ പഠനം പ്രാധാന്യമുള്ളതാണ്. 4-ാമത്തെ ഇതിന്റെ പഠനത്തിന്റെ കാരണമെന്ന് പറയുന്നത്, സഭയിൽ നമുക്കറിയാം ഒരു സഭയിൽ വ്യത്യസ്ത നിലവാരത്തിലുള്ള ആളുകളാണ് സഭകളിലുള്ളത്. സഭ എന്ന് പറയുന്ന ഒരു കുടുംബം പോലെയാണ്. സഭ ഒരു 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 കമ്മ്യൂണിറ്റിയാണ്, അപ്പൊ ഒരു സമൂഹമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ യുവജനങ്ങൾ ഉണ്ടാകും, സ്ത്രീകൾ ഉണ്ടാകും, വിധവമാർ അന്ന് ധാരാളം ഉണ്ടായിരുന്നു. അതുപോലെ പ്രായമുള്ള വയോധികരുണ്ട്. അതുപോലെ അവിടെ അടിമകളായിട്ടുള്ള ജോലിക്കാരായിട്ടുള്ള ദാസന്മാരായിട്ടുള്ള ആളുകളുണ്ട്, യജമാനന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തട്ടിലുള്ള ആളുകൾ സഭയിലുള്ളത് കൊണ്ട് അവർ പരസ്പരമുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഒരു സഭയിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അതിലുപരി ഒരു സഭയുടെ ഇടയൻ ഇവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇവരെ എങ്ങനെയാണ് കൈത്താങ്ങൽ കൊടുത്ത് സഭയോട് ചേർത്ത് നിർത്തി ആത്മീകമായി അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്നുള്ള കാര്യം. ഇപ്പം അവിടെ തെറ്റുകുറ്റങ്ങളുള്ളവരുണ്ടാകാം, ചിലപ്പോൾ ചിലർക്കൊക്കെ ചില ബലഹീനതകളും വീഴ്ചകളും ഒക്കെ വന്നു എന്ന് വരാം, ചിലർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം, ചില വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായി എന്ന് വരാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത അനുഭവങ്ങളിൽ ഒരു ഇടയന്റെ ചുമതല എന്താണ്, എങ്ങനെയാണ് അവരെ ആത്മീകമായി വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്നുള്ള കാര്യം ഈ ഇടയലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ കാര്യങ്ങളെല്ലാം തിമോത്തിയോസിനോടും തീത്തോസിനോടും ഇടയ ശുശ്രൂഷയുടെ പ്രയോജനത്തിന് വേണ്ടി പൗലോസ് എഴുതി നൽകുന്നതാണ്. അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലുമുള്ള ആത്മീക ശുശ്രൂഷകൾക്ക് ഉള്ള ഒരു മാർഗനിർദ്ദേശമായും ദൈവാലോചനയായും നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം അതായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ച കാര്യം. പിന്നീട് അതിന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതായിരുന്നു. അത് പൗലോസിന്റേതല്ല എന്ന് പറയുന്ന ആളുകളുണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ 3 ലേഖനങ്ങളും പൗലോസ് എഴുതുവാനുണ്ടായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാലഘട്ടങ്ങളിലും സഭകളെ സ്വാധീനിച്ചു വന്ന ഹെറസീസ് ആണ്, ദുരുപദേശങ്ങള്. പ്രധാനമായിട്ട് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും സഭയുടെ വിശ്വാസ കാര്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയാൽ കൊടിയ ചെന്നായ്ക്കൾ വന്ന് സഭയെ നശിപ്പിക്കും, ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ വരും. അതുപോലെ പത്രോസ് പറയുന്നുണ്ട്, കള്ളപ്രവാചകന്മാർ ഇപ്പോൾ തന്നെ എതിർ ക്രിസ്തുക്കൾ പുറപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ, 1-ാം നൂറ്റാണ്ടിൽ തന്നെ, അപ്പോസ്തലിക കാലത്ത് തന്നെ സഭയെ ദോഷകരമായി ബാധിക്കുന്ന ഉപദേശങ്ങൾ സഭയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സഭയെ വളരെ ദോഷകരമായി ബാധിച്ചു എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും ഈ യഹൂദ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചും യെരുശലേമിലെ ക്രിസ്ത്യാനികൾ ന്യായപ്രമാണവാദികളായിരുന്നു. ന്യായപ്രമാണത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കണം എന്ന് നിഷ്കർഷയുള്ള ആളുകളായിരുന്നു യെരുശലേമിലെ യഹൂദ ക്രിസ്ത്യാനികൾ. അതേസമയം യെരുശലേമിന് വെളിയിൽ അന്ത്യോക്യയിലും ഏഷ്യ മൈനറിലും മക്കദോന്യ പ്രദേശങ്ങളിലും അഖായ പ്രദേശങ്ങളിലേക്കും ഒക്കെ സഭ വളർന്നപ്പോൾ വിജാതീയരായ ധാരാളം ആളുകൾ, യഹൂദന്മാരല്ലാത്ത ആളുകളെയാണ് വിജാതീയർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള മറ്റ് സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ, മറ്റ് ഭാഷകളിൽപ്പെട്ട ആളുകൾ, ഗ്രീക്കുകാരും ലാറ്റിൻ ഭാഷ സംസാരിക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള ആളുകളും സഭയിലേക്ക് ശുശ്രൂഷ മുഖാന്തരം വന്നു. ചില സഭകൾ പൂർണ്ണമായിട്ടും വിജാതീയരുടെ സഭയായിരുന്നു. മറ്റു ചില സഭകളിൽ യഹൂദന്മാരും വിജാതീയരും കൂടിക്കലർന്നുള്ള സഭകളായിരുന്നു. മിക്ക സഭകളിലും യഹൂദന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ യെരുശലേമിന് വെളിയിലുള്ള സഭകൾ
പ്രത്യേകിച്ചും പൗലോസിന്റെ ശുശ്രൂഷയാൽ തികച്ചും സ്വതന്ത്രമായിട്ട് വളർന്നു വരുന്ന കാലഘട്ടമാണ്. അപ്പം ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് യെരുശലേമിലെ യഹൂദ ക്രിസ്ത്യാനികൾ, ഈവൻ അപ്പോസ്തലന്മാരും, യാക്കോബ് അല്ലെങ്കിൽ പത്രോസ്, അങ്ങനെയൊക്കെ യെരുശലേമിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർക്കും അതേ ആശയം തന്നെ ഉണ്ടായിരുന്നതാണ്. അവര് വിജാതീയരോട് സുവിശേഷം പറയുവാൻ പോലും കുറെ വർഷങ്ങൾ അവര് തയ്യാറായിട്ടില്ല. പത്രോസിനെയൊക്കെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് വലിയൊരു ദർശനം കൊടുത്താണ് കർത്താവ് അയക്കുന്നത്. അതുപോലെ ശമരിയായിൽ ഒരു വലിയ ഉണർവുണ്ടായപ്പോൾ അപ്പോസ്തലന്മാരെ വിളിച്ചു വരുത്തുകയായിരുന്നു ഫിലിപ്പോസ്. കാരണം അവർക്ക് ആ മേഖലകളിലുള്ള ശുശ്രൂഷയെ കുറിച്ച് അത്ര വലിയ ദർശനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വിജാതീയരുടെ അപ്പോസ്തലനായി കർത്താവ് എഴുന്നേൽപ്പിച്ചത് വിശുദ്ധ പൗലോസിനെയാണ്. അപ്പൊ പൗലോസ് അങ്ങനെ അന്ത്യോക്യയിൽ സഭയിൽ നിന്നും സുവിശേഷ യാത്രകൾ നടത്തി വിജാതീയ ലോകത്ത് സഭകൾ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗലാത്യ പ്രദേശങ്ങളിൽ, ലുസ്ത്ര, ദർബ, ആ ഒരു ഇക്കവോന്യ പ്രദേശങ്ങളിലൊക്കെയുള്ള ശുശ്രൂഷകൾക്ക് ശേഷം അവിടെ ധാരാളം സഭകൾ ഉണ്ടായി. അത് ഗലാത്യ പ്രദേശങ്ങളാണ്, ധാരാളം സഭകളുണ്ടായി. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം, അവരെ എല്ലാം ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുവാനാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ശ്രമിച്ചത്. അപ്പൊ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നാം അനുഷ്ഠിക്കണം, അത് അനുഷ്ഠിക്കാത്തവർ യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല, യഥാർത്ഥ ദൈവമക്കളല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വാദങ്ങൾ വന്നിരുന്നു. അപ്പൊ അവരുടെ ഭക്ഷണ കാര്യങ്ങള്, അവരുടെ വസ്ത്ര കാര്യങ്ങള്, അവരുടെ ആചാരപരമായ കാര്യങ്ങള്, നേർച്ച കാഴ്ചകള്, പരിച്ഛേദന പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അനുഷ്ഠിക്കണം എന്ന് അവരെ ഉപദേശിക്കുകയും ന്യായപ്രമാണത്തിന്റെ വലിയൊരു കടന്നുകയറ്റം ഈ ഗലാത്യ പ്രദേശങ്ങളിൽ ഉണ്ടായപ്പോഴാണ് പൗലോസ് ഗലാത്യ സഭകൾക്ക് വളരെ ശക്തമായ ലേഖനം എഴുതുന്നു. നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരാണ്, നമുക്ക് ന്യായപ്രമാണ സംബന്ധമായി നാം മരിച്ചവരാണ്, ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കുവാനാണ് കർത്താവ് വന്നത്. ന്യായപ്രമാണത്തിന്റെ ആചരണം കൊണ്ട് ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെടുന്നില്ല. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റിയെന്നുള്ള പ്രമാണമാണ്. അപ്പൊ അത് ന്യായപ്രമാണത്തിന്റെ കർമ്മമാർഗത്തിലൂടെ അല്ല രക്ഷ എന്നും അതിൽ നിന്നും ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ദൈവാലോചനയുടെ പ്രബന്ധമാണ് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം എന്ന് നമുക്കറിയാം. അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. റോമാലേഖനവും ഗലാത്യലേഖനവും കൂടെ ഒരുമിച്ച് ചേർത്താണ് പഠിക്കുന്നത്. അത് അങ്ങനെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൃപയുടെയും ന്യായപ്രമാണത്തിന്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ യഹൂദ ക്രൈസ്തവരുടെ ഉപദേശം അത് പാലസ്തീൻ പ്രദേശത്ത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഉപദേശമായിരുന്നു. അപ്പൊ യഹൂദ മതാനുസാരികളായ ക്രൈസ്തവർ അവര് 3 തരത്തിലുള്ള ദുരുപദേശങ്ങളാണ് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ ഈ ലേഖനം എഴുതുന്ന സമയത്തുണ്ടായിരുന്ന, ഈ ലേഖനത്തെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ഇടയലേഖനങ്ങളെ ബേസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവര് കെട്ടുകഥകൾ, അതായത് യഹൂദ പാരമ്പര്യങ്ങൾ, യാതൊരു പ്രയോജനവുമില്ലാത്ത പാരമ്പര്യ കഥകൾ അവര് ഉപദേശങ്ങളിലേക്ക് കൊണ്ടുവരുവാനും ജീവിതത്തിലേക്ക് പകർത്തുവാനും ഒക്കെ ശ്രമിച്ചു. അപ്പൊ യഹൂദന്മാർക്ക് തൽമൂദുകളുണ്ട്, അതുപോലെ അവർക്ക് പരമ്പരാഗതമായ ധാരാളം കഥകളും. അപ്പൊ അതെല്ലാം വളരെ രസകരമായ കഥകളുമുണ്ട്, അത്ര രസകരമല്ലാത്ത കഥകളും. അപ്പം ഇങ്ങനെയുള്ള കഥകൾ അല്ലെങ്കിൽ റബിമാരെ പഠിപ്പിക്കുമായിരുന്നു. ഉപമകൾ പോലെ ഇവരിങ്ങനെ ഓറലായിട്ട് ഉപദേശിച്ചു വരുമായിരുന്നു. അപ്പൊ ആ കഥകളെല്ലാം എല്ലാവരുടെയും യഹൂദ മനസ്സിലെല്ലാം ഉണ്ട്. അതെല്ലാം ഈ വിജാതീയരുടെ കാര്യങ്ങളിലേക്ക്, അവരുടെ ഉപദേശങ്ങളിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ യാതൊരു പ്രയോജനവുമില്ലാത്ത കെട്ടുകഥകളെ അവർ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. മിഥോളജി അല്ലെങ്കിൽ മിഥ്യാവാദങ്ങളുള്ള പുരാണങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ അവരെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ അബ്രഹാമിനെ കുറിച്ചൊക്കെയുള്ള ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, അത് വാസ്തവമാണോ എന്നറിയത്തില്ല. ഈ തേറഹിന്റെ ജോലി എന്ന് പറയുന്നത് എന്തായിരുന്നു? തേറഹിന്റെ ജോലി എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിക്കുകയായിരുന്നു. അപ്പം ദൈവങ്ങളെ ഉണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഈ അബ്രഹാമിന് ഒരു ദിവസം ദൈവത്തിന്റെ വെളിപ്പാടുണ്ടാകും, ദർശനമുണ്ടാകും. അപ്പൊ
ദൈവത്തിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാട് അബ്രഹാമിന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അബ്രഹാം ഈ വീട്ടിലുണ്ടായിരുന്ന വിൽക്കാൻ വേണ്ടി വെച്ചിരുന്ന ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ ദൈവങ്ങളെ എല്ലാം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. അപ്പൊ ഈ തേരക കടയിലൊക്കെ പോയിച്ച് തിരിച്ചു വന്നപ്പോണ്ടോ വിൽക്കാൻ വെച്ചിരിക്കുന്ന സകല ദൈവങ്ങളെയും തല്ലി ഉടച്ചിട്ടു. അപ്പൊ അവിടെ ഒരു വിഗ്രഹത്തെ മാത്രം അവിടെ നിർത്തിയിട്ടു. അപ്പൊ ചോദിച്ചു, അബ്രഹാമിനെ വിളിച്ചു ചോദിച്ചു, എടാ എന്താ പറ്റിയതാ, ഇത് മൊത്തം പൊട്ടിപ്പോയല്ലോ, ഇതെന്താ പറ്റിയത്? അപ്പൊ അബ്രഹാം പറഞ്ഞു, അതാ അപ്പ ആ വലിയ വിഗ്രഹം ദൈവം ഉണ്ടല്ലോ, അതുമായിട്ട് വഴക്കുണ്ടായിട്ട് ആ വലിയ വിഗ്രഹം ഈ കൊച്ചു ദൈവങ്ങളെല്ലാം തല്ലി ചതച്ചതാണ്, അങ്ങനെയാണ് ഇത് പൊട്ടിപ്പോയത്. അപ്പൊ തേരക പറഞ്ഞടാ അങ്ങനെ സംഭവിക്കത്തില്ലല്ലോ, അതിന് ജീവനില്ലല്ലോ. അപ്പൊ അബ്രഹാം പറഞ്ഞു, അത് തന്നെയാ ഞാനും പറയുന്നത്, ഇതിനൊന്നും ജീവനില്ലല്ലോ. അപ്പൊ ജീവനുള്ള ഒരു ദൈവം എനിക്ക് വെളിപ്പെട്ടു, അത് യഹോവയായ ദൈവമാണ്. അപ്പൊ ആ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ആണ് തേരകവും എല്ലാം കൂടെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയതെന്നൊക്കെ എബ്രായരുടെ ഇടയിൽ ഒരു കഥയുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ധാരാളം കഥകൾ, അത് നടന്നാണോ നമുക്കറിയത്തില്ല, ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇതുപോലുള്ള കഥകൾ. അപ്പൊ കെട്ടുകഥകളും പാരമ്പര്യങ്ങളും ധാരാളം അവർക്കുണ്ടായിരുന്നു. അവരതിന്റെ ബേസിസിലാണ് ക്രിസ്ത്യാനികളെ ഉപദേശിക്കാൻ തുടങ്ങിയത്. അതായിരുന്നു ഒരു പ്രശ്നം. രണ്ടാമതായിട്ട് യഹൂദന്മാർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ചരിത്രരേഖ, അല്ലെങ്കിൽ അവരേറ്റവും ആധികാരികമായിട്ട് കരുതുന്ന ചരിത്രരേഖ എന്ന് പറയുന്നത് വംശാവലിയാണ്. അന്തമില്ലാത്ത വംശാവലി അല്ലെ, അർത്ഥമില്ലാത്ത വംശാവലി, അന്തമില്ലാത്ത വംശാവലി. അപ്പം ജീനിയോളജി, അപ്പം ഇത് നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. പഴയ നിയമത്തിലെ രചനകളിലെല്ലാം, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സംഖ്യാപുസ്തകത്തിലും അതുപോലെ ദിനവൃത്താന്ത പുസ്തകങ്ങളിലും എസ്രായുടെ പുസ്തകത്തിലും നെഹമ്യാവിന്റെ പുസ്തകത്തിലും പിന്നെ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് ഈ വംശാവലിയുടെ രൂപങ്ങൾ കാണുവാൻ കഴിയും. അത് ഒരു വ്യക്തി ശുദ്ധമായ ഭക്തിയുള്ള ഒരു യഹൂദനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പ്രവാസത്തിൽ നിന്ന് വന്ന ആളുകളുടെ പൗരോഹിത്യത്തിൽ പോലും അവരുടെ വംശാവലി തെളിയിക്കാൻ വയ്യാഞ്ഞത് കൊണ്ട് അവരെ ശുശ്രൂഷയിൽ നിന്ന് തന്നെ നീക്കിക്കളഞ്ഞു. അങ്ങനെയാണ് നാം വായിക്കുന്നത്. അപ്പം സമ്മിശ്രമായിട്ടുള്ള ഒരു ജാതികളോട് ഇടകലർന്ന ഒരു രീതി യഹൂദന്മാർക്ക് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള ന്യായപ്രമാണ പ്രകാരം ഇവർ വംശാവലികൾ സൂക്ഷിക്കും. ഈ വംശാവലി സംബന്ധമായിട്ട് ധാരാളം പുരാണങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ വംശാവലിയിൽ ഇവരിങ്ങനെ പ്രശംസിക്കുകയാണ്. ഈ യഹൂദന്മാരല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അപ്പനെ അറിയാമായിരിക്കും, അപ്പൂപ്പനെ അറിയാമായിരിക്കും, അപ്പൂപ്പന്റെ അപ്പനെ അറിയാമായിരിക്കും, അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും നമുക്കും അറിയത്തില്ല. അപ്പൊ നമ്മൾ ആരും ഇങ്ങനെ പിന്നെ കുടുംബചരിത്രമൊക്കെ എഴുതി വെക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ പുറമോട്ടുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കും. അപ്പൊ ഇപ്പോഴങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഇക്കാലങ്ങളിൽ. അപ്പം ഈ വിജാതീയരായ ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു ചരിത്ര രേഖയൊന്നും സൂക്ഷിക്കുന്നില്ല. അപ്പൊ ഇവർ ഈ കാര്യങ്ങൾ, ഈ വംശാവലികളെ കുറിച്ചുള്ള കഥകളും അതിന്റെ മഹാത്മ്യമെല്ലാം പഠിപ്പിക്കുകയും അത് മുഖാന്തരം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ സഭകളെ സ്വാധീനിച്ചിരുന്നു. പിന്നീടാണ് ഈ യഹൂദന്മാർ തന്നെ ആഭിചാരം ചെയ്യുന്നവരായിരുന്നു, മന്ത്രവാദം ചെയ്യുന്ന ധാരാളം യഹൂദന്മാരുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ആഭിചാരക്കാരനായ ശീമോനെ നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായത്തിൽ ബർയേശു എന്ന് പറയുന്ന ഒരു മാജിക്കുകാരനെ, ഒരു ആഭിചാരക്കാരനെ നമ്മൾ കാണുന്നുണ്ട്. സ്കേവയുടെ പുത്രന്മാര് അവര് പിന്നെ മന്ത്രവാദികളായിരുന്നു. അവര് പ്രവചിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അവസാനം അവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പുരോഹിതന്റെ മക്കളായിരുന്നിട്ട് പോലും അവര് ആഭിചാരം ചെയ്യുന്ന ആളുകളായിരുന്നു. അതുപോലെ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് യന്നേസും യംബ്രേസും എന്ന് പറയുന്ന രണ്ടുപേരെ അവര് മോശയോട് എതിർത്ത് നിന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മോശയോട് എതിർത്ത് നിന്നതുപോലെ എന്ന് പറഞ്ഞ ശേഷമായിട്ട് ഈ പൗലോസിനോട് എതിർത്ത് നിന്ന ചില ആളുകളെ കുറിച്ച് പൗലോസ് പരാമർശിക്കുകയാണ്. അപ്പൊ യന്നേസും യംബ്രേസും എന്ന് പറയുന്ന ആളുകള് മന്ത്രവാദികളായിരുന്നു, ഈജിപ്തിലെ മന്ത്രവാദികളായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആഭിചാരങ്ങൾ നടത്തുന്ന ആളുകളുടെ ഒരു സ്വാധീനം, അവര് ഒരു പക്ഷെങ്കിൽ അവർക്ക് ചിലരെ രോഗങ്ങളെ സൗഖ്യമാക്കിയെന്ന് വരാം, മറ്റു ചില പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുത്തു എന്നൊക്കെ വരാം. അപ്പം ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട, ദുരാത്മാവിനെ സേവിക്കുന്ന അന്ധകാര ശക്തികളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു നല്ല കൂട്ടം യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സ്വാധീനം സഭകളെയും ബാധിച്ചിരുന്ന
ഒരു ഘട്ടമായിരുന്നു. അപ്പൊ പൗലോസിന് അവരെ വിവേചിച്ചറിയുവാൻ കഴിഞ്ഞു. തന്റെ ശുശ്രൂഷയിലൊക്കെ തന്നെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞിട്ട് പോലും അവരെ ശാസിക്കുവാൻ, അവരുടെ ഭൂതങ്ങളെ പുറത്താക്കുവാനും ഒക്കെ കഴിഞ്ഞു. അപ്പം ഈ വിമർശനമല്ലാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞാണ് വരുന്നതെങ്കിലും അതിന് പിന്നിലുള്ള ആത്മാവേതാണ് എന്ന് ഒരു ദൈവഭക്തന് മാത്രമേ, പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വിവേചിച്ച് അറിയുവാൻ കഴിയുന്നു. പൗലോസിന് അതിന് സാധിച്ചു. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലും നാം നമ്മുടെ ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി നമ്മെ സമീപിക്കുന്നത് നല്ല കാര്യം പറഞ്ഞാണെങ്കിലും ആ വ്യക്തിയെ വിവേചിച്ചറിയുവാൻ കഴിയണം. ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവേതാണ് എന്ന് നമ്മൾ വിവേചിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഈവൻ ശുശ്രൂഷയിലായിരിക്കുന്ന ചില ആളുകളെ പോലും നമ്മൾ വിവേചിച്ചറിയണം. അവര് എന്താണ് ചെയ്യുന്നത്, അവരുടെ മോട്ടിവേഷൻ എന്താണ്, അവരുടെ ശുശ്രൂഷയുടെ ഫലം എന്താണ്, അവര് യഥാർത്ഥത്തിലുള്ള ദൈവവേലയാണോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്കവരെ വിമർശിക്കുവാനല്ല, വിവേചിച്ച് അറിയുവാൻ കഴിയണം. അത് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭക്ഷണ കാര്യങ്ങളിലാണ്. അപ്പൊ യഹൂദന്മാരെ പോലെ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം റെസ്ട്രിക്ഷൻസ് അവർ ജാതികളിലേക്ക് അടിച്ചേൽപ്പിച്ചു. അതുകൊണ്ടാണ് ജെറുസലേം കൗൺസിൽ നടക്കുമ്പോൾ ശ്വാസം മുട്ടിച്ചത്തത്, രക്തം, പരസംഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിഞ്ഞിരിക്കണമെന്നല്ലാതെ മറ്റു യാതൊരു ഭാരവും അവരുടെ വെക്കരുതെന്നാണ് അപ്പോസ്തലന്മാരുടെ തീരുമാനം ഉണ്ടായത്. അങ്ങനെയാണ്. അപ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അത് യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് ഉള്ള കാര്യങ്ങളെയാണ് കൂടുതലായിട്ടും വിജാതീയരുടെ മേലെ അടിച്ചേൽപ്പിക്കുവാൻ തുടങ്ങിയത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭക്ഷണ കാര്യങ്ങളിൽ ഈ ജാതികളോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ യഹൂദന്മാർ പലപ്പോഴും തയ്യാറല്ലായിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ തയ്യാറല്ലായിരുന്നു. പത്രോസ് പോലും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മാറി നിന്നത് പൗലോസ് അദ്ദേഹത്തെ ശാസിക്കുന്നത് പോലും നമ്മൾ കാണുന്നു. ഈ അന്ത്യോക്യയിൽ വന്ന ആ ഒരു സമയത്തുള്ള ഒരു പ്രശ്നം. അപ്പം അങ്ങനെ ഭക്ഷണ കാര്യങ്ങളിലുള്ള ചില വിലക്കുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന അസറ്റിക് രൂപത്തിലുള്ള ചില ഉപദേശങ്ങൾ ആ കാലഘട്ടത്തിലുള്ള വിവാഹം വിലക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഭക്തിയുടെ പേരിൽ വിവാഹം വിലക്കുന്ന സ്വാഭാവികമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഉപദേശ രൂപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റ് പല അസറ്റിക് ആളുകളുടെയും സ്വാധീനം കൊണ്ടാണ്. പ്രത്യേകിച്ചും യഹൂദന്മാർക്ക് കുമ്രാൻ മേഖലകളിൽ താമസിച്ചിരുന്ന, ചാവുകടൽ തീരങ്ങളിൽ താമസിച്ചിരുന്ന ആളുകള് യെസീൻസ് എന്നാണ് അവരെ പറയുന്നത്. അവര് തികച്ചും സന്യസ്തരായിരുന്നു. ആ കൂട്ടത്തിലാണ് നമ്മുടെ യോഹന്നാൻ സ്നാപകൻ അവിടെയാണ് വളർന്നു വന്നതെന്നാണ് പറയുന്നത്. അപ്പം അവര് സന്യസ്തരായിട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു, അല്ലെങ്കിൽ ബ്രഹ്മചര്യം ആചരിക്കുന്ന ആളുകളായിരുന്നു ഈ യെസീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവര് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് അത് യഹൂദന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ യഹൂദന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റു ചില ഗ്രൂപ്പുകളും ഇതുപോലെ വിവാഹം കഴിക്കുന്നത് തെറ്റാണ് എന്ന് കരുതിയിരുന്ന ആളുകളും, പ്രത്യേകിച്ച് പരീക്ഷ രീതിയിലുള്ള ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു സമീപനമായിരുന്നു. ന്യായപ്രമാണത്തെ ഉൾക്കൊള്ളുന്ന സമീപനമായിരുന്നു. ഞാൻ ഈ സഹോദരിമാരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയുള്ള ഭാഗങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ഒരു യഹൂദ റബി തന്റെ വീട്ടിൽ വെച്ച് മാത്രമേ അമ്മയോടും പെങ്ങളോടും സംസാരിക്കത്തുള്ളൂ. യഹൂദ റബി, കാരണം അവരുടെ വിശുദ്ധിക്ക് ചേരുന്നതായിരുന്നില്ല. അവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു സ്ത്രീയോട് സംസാരിക്കത്തില്ല. യഹൂദ റബിമാർ, ഉപദേഷ്ടാക്കന്മാർ സ്ത്രീകളെ നോക്കുന്നത് പോലും തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം ആളുകളെ നമുക്ക് ചരിത്രത്തിൽ, വേദോസത്തിൽ നമുക്ക് അത്രയും കാണത്തില്ല, ചരിത്രത്തിൽ കാണുവാനും കഴിയും. കണ്ണ് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. കണ്ണിലൊരു പട്ട കെട്ടിയിട്ട് നടക്കുന്ന ആളുണ്ടായിരുന്നു. അവര് ചെന്ന് പല സമയത്തും പല മരത്തേലും തൂണയിലും ഭിത്തിയിലും ഒക്കെ പോയി ഇടിക്കുമായിരുന്നു. ഇടിച്ചിട്ട് അവരുടെ നെറ്റിയിൽ നിന്നും ചോര ഒഴുകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്നാലും ഈ ഒരു, കാരണം ഈ ലോകത്തിലോട്ടുള്ള കാഴ്ച, പ്രത്യേകിച്ചും മറ്റുള്ള സ്ത്രീകളെ കാണാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള പരീശന്മാര് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പരീശന്മാരിലെ ഒരു ഗ്രൂപ്പ് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിൽ ജീവിക്കുന്ന ആളുകൾ. അപ്പൊ വിവാഹം വിലക്കുക. അപ്പം ക്രിസ്തീയ സഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ
നമുക്കറിയാം ധാരാളം ആളുകൾ അവിടെയുണ്ട്. അപ്പൊ ചില ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല, ചില ആളുകൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പം വിവാഹം കഴിക്കാമോ, വിവാഹം കഴിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപദേശവും കൂടെ വന്നു. അപ്പം വിവാഹം വിലക്കുകയാണ്. അതുപോലെ പാനീയങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച, ഭക്ഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ പാനീയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. യഹൂദന്മാരുടെ സ്വാഭാവികമായ ഒരു പാനീയമായിരുന്നു വീഞ്ഞ് കഴിക്കുക എന്നുള്ളത്. അത് മദ്യപാനമല്ല. വീഞ്ഞ് കഴിക്കുക എന്നുള്ളത് മദ്യപാനമല്ല. എന്നാൽ മദ്യമാക്കപ്പെട്ട വീഞ്ഞ് കഴിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. അത് ലഹരി പിടിക്കുന്ന വീഞ്ഞാണ്. അപ്പൊ ലഹരിയുള്ള വീഞ്ഞും ഉണ്ടായിരുന്നു, ലഹരി ഇല്ലാത്ത വീഞ്ഞും ഉണ്ടായിരുന്നു. അപ്പൊ സാധാരണ പാനീയം എന്ന് പറയുന്നത് ലഹരി ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ചെറിയ വീഞ്ഞിന് എന്തായാലും ലഹരി ഉണ്ടാവും. നമ്മുടെ കട്ടൻ കാപ്പി കുടിക്കുന്നത് പോലെയുള്ള ഒരു ലഹരിയിൽ അപ്പുറത്തൊന്നും സാധാരണ വീഞ്ഞിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവരുടെ സാധാരണ പാനീയമായിരുന്നു. എന്നാൽ അത് വിവാഹത്തിനൊക്കെ കൊടുക്കാറുണ്ടല്ലോ, നമുക്കറിയാം. അവരുടെ വിവാഹങ്ങൾക്ക് വീഞ്ഞുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ വീഞ്ഞിന്റെ എല്ലാ ഉപയോഗങ്ങളും തിമോത്തിയോസ് നിർത്തിയതായിരുന്നു. അങ്ങനെയാണ് തിമോത്തിയോസിനോട് പറയുന്നത്, ഈ വയറ്റിലെ അസുഖം, ഈ ദഹനക്കേടോ ഒക്കെയുള്ള പ്രശ്നമുള്ളത് കൊണ്ട് പൗലോസ് പ്രത്യേകം പറയുകയാണ്, നീ ഒരു അല്പം വീഞ്ഞ് കഴിച്ചോ, കാരണം വീഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണെന്നുള്ള ഒരു രീതിയിലുള്ള സാഹചര്യത്തിലാണ് തിമോത്തിയോസ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, നിന്റെ ശരീരത്തിലെ അജീർണത നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക. അത് മദ്യപിക്കാൻ വേണ്ടി കൊടുക്കുന്ന ലൈസൻസ് അല്ല, അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. അതല്ല, അത് ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആ ഒരു പാനീയം അല്പം കഴിക്കുന്നത് കൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ കെട്ടുകഥകള്, വംശാവലികള്, മാജിക്സ് അല്ലെങ്കിൽ ആഭിചാരങ്ങള്, അതുപോലെ വിവാഹം വിലക്ക്, അസറ്റിസിസം. അതുപോലെ അസറ്റിസിസം എന്ന് പറയുന്നത് മാരേജിലും ഉണ്ട്, ഫുഡിലും ഉണ്ട്, രണ്ടിലും അബ്സ്റ്റൈൻ ചെയ്തിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങള്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെയുള്ള ഒരു സമ്മിശ്രമായ ഉപദേശമായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ നിന്നും സഭയിലേക്ക് വന്നത്. അപ്പൊ അതിനെ ഒന്ന് വിചാരണ ചെയ്യുക, അതിന്റെ ബന്ധനത്തിൽ നിന്നൊന്ന് ഒന്ന് മോചിപ്പിക്കുക, അതിന്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണ് എന്ന് തിമോത്തിയോസിനെയും തീത്തോസിനെയും പഠിപ്പിക്കുക. അവരാണ് പിന്നീട് മൂപ്പന്മാരെയും സഭകളെയും പഠിപ്പിക്കേണ്ടത്. അപ്പൊ അതായിരുന്നു പൗലോസിന്റെ ഉദ്ദേശം. അപ്പൊ ഒന്നാമത്തെ ദുരുപദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? യഹൂദ ക്രൈസ്തവ ജൂവിഷ് ക്രിസ്ത്യൻ ഹെറസി എന്നാണ് അതിനെ പറയുന്നത്. ജൂവിഷ് ക്രിസ്ത്യൻ ഹെറസി, അതായത് യഹൂദ ക്രൈസ്തവ ദുരുപദേശം. യഹൂദന്മാരിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ, അവര് പഠിപ്പിച്ച, അവരുടെ ധാരണയിലും അവരുടെ ആശയത്തിലും ഉണ്ടായിരുന്ന കുറച്ച് ഉപദേശങ്ങൾ, അത് ആയിരുന്നു ഒന്നാമത്തെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദുരുപദേശം സഭയെ ബാധിച്ചത് 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെയുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ, അതായത് BC 2-ാം നൂറ്റാണ്ടിലാണ് ഈ നോസ്റ്റിസിസം അല്ലെങ്കിൽ ജ്ഞാനവാദം എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഗ്രീക്കുകാരുടെ ഇടയിൽ പ്രബലമായത്. അപ്പം അത് റീസണിങ് ആണ്. അത് പിന്നെ എന്താണ്, യുക്തിവാദപരമായിട്ടുള്ള, ദാർശനികമായിട്ടുള്ള, തത്വചിന്താപരമായിട്ടുള്ള ഉപദേശമാണ്. കാരണം ഗ്രീസിന്റെ കാലഘട്ടത്തിൽ ധാരാളം തത്വചിന്തകൾ ഉണ്ടായ കൂട്ടത്തിലുള്ള ഒരു ഉപദേശമാണ്. പിന്നീട് ധാരാളം ഉപദേശങ്ങളുണ്ട്. അപ്പൊ ഈ ജ്ഞാനവാദമാണ് ഏറ്റവും കൂടുതൽ സഭയെ സ്വാധീനിച്ചത്. കാരണം ഇത് ക്രിസ്തീയ ഉപദേശവുമായിട്ട് പല കാര്യങ്ങളിലും സാമ്യമുള്ള ഉപദേശങ്ങൾ അവർക്കുണ്ടായിരുന്നു. അത് തന്നെയുമല്ല, ക്രിസ്തീയ സഭ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളെയും ജ്ഞാനവാദത്തിന്റെ വെളിച്ചത്തിൽ, ഈ നോസ്റ്റിസിസത്തിന്റെ വെളിച്ചത്തിൽ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഈ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ആയപ്പോൾ ഈ ജ്ഞാനവാദം എന്ന് പറയുന്നത് പാലസ്തീൻ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു പ്രബലമായ തത്വചിന്തയായിരുന്നു. അപ്പം അത് സത്യത്തിൽ യഹൂദന്മാരെയും അപ്പോസ്തലന്മാരെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. പൗലോസ് ഈ തത്വശാസ്ത്രം ശക്തമായിട്ട് പഠിച്ച വ്യക്തിയാണ്. ന്യായപ്രമാണം പഠിച്ചതുപോലെ തന്നെ യഹൂദ ന്യായപ്രമാണം ഗമാലിയലിൽ നിന്ന് പഠിച്ചതുപോലെ തന്നെ തർസോസ് സർവകലാശാലയിൽ നിന്ന് ഈ ഗ്രീക്ക് ഫിലോസഫിയും പഠിച്ച വ്യക്തിയാണ് ഈ വിശുദ്ധ പൗലോസ്. അപ്പം ഈ ജ്ഞാനവാദത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ജ്ഞാനവാദത്തിന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ വെളിച്ചത്തിലുള്ള രചന നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നു. നമുക്ക് യോഹന്നാന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, 1ഉം 2ഉം ലേഖനങ്ങൾ, നമ്മൾ യോഹന്നാന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജീവൻ, വെളിച്ചം,
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വെളിച്ചം, അല്ലെ, ദൈവം വെളിച്ചമാകുന്നു, ദൈവം സത്യമാകുന്നു, വെളിച്ചം ലോകത്തിലേക്ക് വന്നു. അതുപോലെ ജീവനെ കുറിച്ച്, ജീവൻ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവന്റെ ജീവൻ ഞങ്ങൾ കണ്ടു. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഈ ഗ്രീക്കുകാരുടെ ജ്ഞാനവാദത്തിന്റെ ഒരു മറുപടിയും കൂടിയായിരുന്നു. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്വത്തിന്റെ കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് യോഹന്നാന് ആ ലേഖനം എഴുതുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 11 വാക്യങ്ങളിൽ അല്ലെങ്കിൽ 18 വാക്യങ്ങളിൽ കാണുന്ന ആ ഒരു ഇൻട്രഡക്ഷൻ, അതൊരു വലിയ സംഗീതാത്മകമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വളരെ പ്രൗഢമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. കാരണം ഇത് ഗ്രീക്കുകാർക്കും കൂടെ വായിക്കുന്നതിന് വേണ്ടിയാണ്. ഗ്രീക്ക് വേൾഡും കൂടെ വായിക്കണം, സഭയും വായിക്കണം, ഗ്രീക്ക് ലോകവും വായിക്കണം. അതിനുവേണ്ടിയായിരുന്നു യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. യോഹന്നാൻ സുവിശേഷം ഒരു ചരിത്രമല്ല. ചരിത്രത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇതൊരു ആത്മീയ സുവിശേഷമായിട്ടാണ് ഈ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. അത് 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതൊക്കെ നമുക്കറിയാം. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എന്തോ മനസ്സിലാകും? യഹൂദന്മാർക്ക് മനസ്സിലാവത്തില്ല. യഹൂദന്മാർക്ക് കാര്യമായിട്ട് മനസ്സിലാകത്തില്ല, നമുക്കും മനസ്സിലാവത്തില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, എന്താ മനസ്സിലാവും? ഒന്നും മനസ്സിലാവത്തില്ല നമുക്ക്. പക്ഷെ ഗ്രീക്കുകാർക്ക് മനസ്സിലാവും. 1-ാം നൂറ്റാണ്ടിലെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അത് വായിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? വചനം ലോഗോസ് എന്ന് പറയുന്നത് ഒരു പ്രജ്ഞയാണ്, ദൈവത്തിന്റെ ചിന്തയാണ്, അതുപോലെ സത്യത്തിന്റെ പ്രതീകമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ആ ഫിലോസഫിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ. ഈ വചനം എന്ന ഗ്രീക്കുകാര് പഠിപ്പിച്ചത് എന്തായിരുന്നു? ഗ്രീക്കുകാര് പഠിപ്പിച്ചത് ഈ വചനം അല്ലെങ്കിൽ ലോഗോസ് എന്ന് പറയുന്നത് ലോഗോസ് എന്ന് പറയുന്നത് വിശുദ്ധമായ ദൈവത്തിന്റെ ആശയമാണ്, ദൈവത്തിന്റെ ചിന്തയാണ്, ദൈവത്തിന്റെ മനസ്സാണ്, ദൈവത്തിന്റെ ചിന്തയാണ്, ഈശ്വരന്റെ ചിന്തയാണ് ഈ ലോഗോസ്. അപ്പൊ ആ ലോഗോസ് വിശുദ്ധമാണ്. പക്ഷെ ഈ ലോകം സൃഷ്ടിച്ചത് ദൈവവുമല്ല, ലോഗോസുമല്ല. ലോകം സൃഷ്ടിച്ചത് ഈ ലോഗോസിൽ നിന്നും പുറപ്പെട്ടു വരുന്ന അയോൺസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുട്ടി ദൈവങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ പറയാം. ധാരാളം ദൈവ പുറപ്പാടുകൾ ഈ ലോഗോസിൽ നിന്ന് വരുന്ന. അപ്പൊ അങ്ങനെയുള്ള പുറപ്പാടുകൾ ധാരാളം ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പുറപ്പാടാണ് ഈ ലോകത്തെയൊക്കെ സൃഷ്ടിച്ചത്. കാരണം വിശുദ്ധനായ ദൈവത്തിന് ഈ അശുദ്ധിയുള്ള ലോകത്തെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ദൈവമോ ലോഗോസോ അല്ല സൃഷ്ടിച്ചത്, മറിച്ച് ആരാണ്? ഒരു ലോഗോസിൽ നിന്നും പുറപ്പെട്ടു വന്ന അയോൺസ് അല്ലെങ്കിൽ പുറപ്പാടുകൾ, അല്ല ദൈവത്തിന്റെ പുറപ്പാടുകൾ, അല്ലെങ്കിൽ അവതാരങ്ങൾ എന്നൊക്കെ പറയാൻ ഒക്കത്തില്ല. കാരണം അവതാരം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ രൂപം എടുക്കണം. അങ്ങനെ ഒരു രൂപം എടുത്തിട്ടുള്ള ഒരു പുറപ്പാടല്ല ഈ അയോൺസ് എന്ന് പറയുന്നത്. ധാരാളം ദൈവത്തിന്റെ പുറപ്പാടുകൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അവര് പഠിപ്പിച്ചത്. അപ്പൊ അവർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് മാറ്റർ ഈസ് ഈവിൾ, പദാർത്ഥം തിന്മയാണ്. മാറ്റർ ഈസ് ഈവിൾ, പദാർത്ഥം തിന്മയാണ്. പിന്നെ സ്പിരിറ്റ് ഈസ് ഗുഡ്, സ്പിരിറ്റ് ഈസ് ഹോളി, സ്പിരിറ്റ് ഈസ് ഗുഡ്. സ്പിരിറ്റ്, ആത്മാവ് മാത്രമാണ് നല്ലതായിട്ടുള്ളത്. അപ്പം ആത്മസ്വരൂപനായ ദൈവത്തിന്, നന്മയുടെ പ്രതീകമായ ദൈവത്തിന്, സകല സദ്ഗുണങ്ങളുടെയും ഉറവിടമായ ദൈവത്തിന് ഈ ഈവിളായിട്ടുള്ള ഒരു മാറ്ററിനെ സൃഷ്ടിക്കാനൊക്കത്തില്ല. അതാണ് അവർ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരല്ല? സ്പിരിറ്റ് ആയിട്ടുള്ള ഹോളി ഗോഡ് അല്ല, ദൈവമല്ല. അപ്പം ഈ ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ തിന്മയുടെ ഒരു ശക്തി, ഒരു ദൈവം ഉണ്ടായിരുന്നു. അപ്പൊ തിന്മയുടെ ഒരു ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ആ തിന്മയുടെ ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് ലോഗോസിൽ നിന്നും പുറപ്പെട്ടു വന്ന അയോൺസുകളാണ്, ദൈവാരൂപികളാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് ഈ ലോകം മുഴുവനും തിന്മയാണെന്നാണ് അവരെ പഠിപ്പിച്ചത്. ലോകം മുഴുവനും തിന്മയാണ്, ലോകത്തിൽ ഒരു നന്മയുമില്ല, ലോകം തിന്മയാണ്. അപ്പൊ അങ്ങനെ തിന്മയും പാപവും നിറഞ്ഞ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യ ജഡങ്ങളും എന്താണ്? തിന്മയാണ്.
നമ്മളും പറയുന്നുണ്ട് പാപത്തിലാണ് നാം ജനിക്കുന്നതെന്ന് പറയുന്നു. അപ്പം പാപം നിറഞ്ഞ ജഡം പാപം നിറഞ്ഞതാണ്, ലോകം പാപം നിറഞ്ഞതാണ്, സ്പിരിറ്റ് മാത്രമാണ് വിശുദ്ധമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധമായ ജഡത്തിൽ വെളിപ്പെടാനൊക്കത്തില്ല. അവരുടെ പോയിന്റ്, വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധമായ ജഡത്തിൽ വെളിപ്പെടുവാനൊക്കത്തില്ല. അതുകൊണ്ട് അപ്പം ആ തിയോളജി, ആ ഫിലോസഫിയെ പിന്നീട് എന്ത് ചെയ്തു, സഭയിലേക്ക് കൊണ്ടുവന്ന് ഉപദേശിക്കാൻ തുടങ്ങി. ഉപദേശിക്കുമ്പോൾ എന്തുവാണ് ഈ ജ്ഞാനവാദത്തിന്റെ സ്വാധീനമുള്ള ഉപദേശം എന്ന് പറയുന്നത്? അതുകൊണ്ട് യേശു ക്രിസ്തു എന്ത് ചെയ്തില്ല? ജഡത്തിൽ വെളിപ്പെട്ടില്ല. യേശു ക്രിസ്തു ജഡത്തിൽ ദൈവപുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടില്ല. ഇനി ജഡത്തിൽ ഇങ്ങനെ വന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു മായക്കാഴ്ചയായിരുന്നു. അങ്ങനെ ജഡത്തിലൊന്നും യേശു എന്ത് ചെയ്തില്ല? വെളിപ്പെട്ടില്ല. ഇതായിരുന്നു ക്രിസ്തുവിനെ കുറിച്ച് അവർ പഠിപ്പിച്ച ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ഈ തിന്മയുടെ ശരീരത്തിന് പുനരുത്ഥാനമില്ല, ഇത് നശിച്ചു പോകത്തേ ഉള്ളൂ. ഈ പാപം നിറഞ്ഞ ഈ ജഡം, ഈ മനുഷ്യ ജഡം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. അതിന്റെ ആവശ്യവുമില്ല. കാരണം അത് തിന്മ നിറഞ്ഞതാണ്, അത് നശിച്ചു പോകും. അപ്പൊ ഇങ്ങനെ ജ്ഞാനവാദം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്റലക്ച്വലിസം ആയിരുന്നു, ധിഷണാവാദമായിരുന്നു, യുക്തിവാദമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തത്വചിന്തയുടെ സ്വാധീന സഭയിലുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കൊലോസ് ലേഖനം ഈ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒന്ന് വായിക്കണം. കൊലോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട് തത്വചിന്തയുടെ വഞ്ചന, തത്വചിന്തയുടെ വഞ്ചന കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്, തത്വചിന്തകളാൽ വഞ്ചിക്കപ്പെട്ടു പോകരുതെന്ന് പറഞ്ഞ് കൊലോഷ്യൻ ഹെർസി എന്ന് പറയുന്ന കൊലോസിയ സഭയെ ബാധിച്ച ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായ താക്കീത് നൽകുന്നതാണ് കൊലോസിയ ലേഖനം. അപ്പൊ കൊലോസിയ ലേഖനം അത് വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തത്വചിന്ത കൊണ്ട് നിങ്ങളെ ആരും ചതിക്കരുത്, വഞ്ചിക്കരുത് എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. രണ്ടാം അധ്യായത്തിന്റെ, കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഉണ്ടോ? അപ്പം കൊലോഷ്യൻ ഹെർസിയക്കെതിരെ സംസാരിക്കുകയാണ്. അത് മാത്രമല്ല, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ലോ. ഇനിയും അത് പറഞ്ഞ ശേഷമായിട്ട് അത് ക്രിസ്തുവിനൊത്തവണ്ണമല്ല, ഇനിയും യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിനൊത്തവണ്ണമുള്ള ഉപദേശം എന്താണ്? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും എന്ത് ചെയ്തിരിക്കുന്നത്? ദേഹരൂപമായി വസിക്കുന്നത്. കണ്ടോ? അപ്പൊ അവര് പറഞ്ഞിങ്ങനെ ദേഹരൂപമായി ദൈവത്തിന്റെ സമ്പൂർണത വസിക്കാൻ ഒക്കത്തില്ല. പക്ഷെങ്കിൽ പൗലോസ് പറയുന്നു അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പം ഇനിയും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ ഭാഗം വായിക്കുമ്പോഴും നമുക്ക് ഈ ജ്ഞാനവാദത്തിന്റെ മറ്റൊരു കാര്യം കാണുവാൻ കഴിയും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വചനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ലോഗോസ് ആണ്, ദൈവത്തിന്റെ ചിന്തയാണ്. അപ്പൊ ആ ലോഗോസ് ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ ലോഗോസ് ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദ്യം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇനി ഈ ലോഗോസ് ആണോ ലോകത്തെ സൃഷ്ടിച്ചത്? അവര് പറഞ്ഞു ലോഗോസിന് ലോകത്തെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. ലോഗോസ് എന്താണ്? ലോഗോസ് വിശുദ്ധമാണ്. ലോഗോസിൽ നിന്ന് പുറപ്പെടുന്ന ഏതോ ഒരു അയോണ് മാത്രമാണ് ലോകത്തെയൊക്കെ സൃഷ്ടിക്കുന്നത്. അതൊരു അന്ധകാരത്തിന്റെ ദൈവമായിരിക്കും. പക്ഷെ യോഹന്നാൻ പറയുന്നു അങ്ങനെയുള്ള ഈ ദൈവത്തോടു കൂടെയായിരുന്ന വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉണ്ടായി. അപ്പം ഈ ലോഗോസ് അല്ലെങ്കിൽ ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ചിന്തയാണ്, ദൈവത്തിന്റെ വചനമാണ്. അല്ലെങ്കിൽ ഈ ലോഗോസ് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ യോഹന്നാൻ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ദൈവമാണ് ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
ഇനി അതിന്റെ 14-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. കണ്ടോ? അപ്പോൾ ഗ്രീക്ക് ഫിലോസഫിയാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ രചനയ്ക്ക് പ്രചോദനമായതും അതിനകത്തു നിന്നുള്ള കാര്യങ്ങളെ വക്കാബുലറി, അതിനകത്തെ ആശയങ്ങളെ എടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്തുള്ള തത്വങ്ങളല്ല യോഹന്നാൻ എഴുതുന്നത്. യോഹന്നാൻ പറയുകയാണ് വചനം ജഡമായി തീർന്നു. ഫിലോസഫി എന്താ പറയുന്നത്? വചനം ജഡമായി തീരാൻ ഒക്കത്തില്ല, വചനം ജഡമായി തീരത്തില്ല. യോഹന്നാൻ പറയുന്നു വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്ന് തിന്മ, കാരണം ജഡം തിന്മയാണ്, തിന്മ നിറഞ്ഞല്ല ഇവിടെ വന്നത്. പിന്നെ എങ്ങനെയാണ്? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ യേശു ഇങ്ങനെ മായക്കാഴ്ചയായിരുന്നു, ശരീരമില്ലായിരുന്നു, മനുഷ്യരെ പോലെ അല്ലായിരുന്നു, മനുഷ്യരുടെ താമസിക്കത്തില്ല, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു വന്നത്. പക്ഷെ യോഹന്നാൻ പറഞ്ഞു അങ്ങനെയല്ല, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞ് എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഈ ഉപദേശം എന്താണ്? ഈ ഇന്റലക്ച്വലിസം അത് സഭയെ സ്വാധീനിച്ചു. അത് ഈ തിമോത്തിയോസിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടമായപ്പോഴത്തേക്കും സഭയിലുള്ള പല ആളുകളും അങ്ങനെയുള്ള ചില ഉപദേശങ്ങളുമായിട്ട് അതിന്റെ സ്വാധീനം ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ യഹൂദ മതവും ജ്ഞാനവാദവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടായിരുന്നു. യഹൂദ മതാനുസാരികളായ പല ആളുകളും ആരായിരുന്നു? ഈ ജ്ഞാനവാദമുള്ള ആളുകൾ തന്നെ ആയിരുന്നു. ഈ കർത്താവിന്റെ കാലഘട്ടത്തിലും പൗലോസിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന യഹൂദന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവര് നമ്മള് പഴയ നിയമത്തിൽ വായിക്കുന്ന ഈ അബ്രഹാമിന്റെ മക്കളായ ദൈവമക്കൾ എന്ന് പറയുന്ന രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. അവരുടെ കൂട്ടത്തിൽ വിപ്ലവകാരികൾ, കലാപകാരികൾ ഉണ്ടായിരുന്നു. സന്യസ്തരായിട്ട് ജീവിക്കുന്ന കുറച്ചാളുകൾ വേറെ ഉണ്ടായിരുന്നു. പരീശന്മാര് തന്നെ പല രീതിയിലുള്ള പരീക്ഷപക്ഷത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാര്, ന്യായപ്രമാണത്തെ കൃത്യമായിട്ട് പാലിക്കണമെന്ന് പറയുന്ന ആളുകള്. പിന്നീട് വന്നിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പാണ് സദൂക്യർ. സദൂക്യർ എന്ന് പറയുന്ന ആളുകള് യഥാർത്ഥത്തിൽ പുരോഹിതന്മാര്. അവരുടെ കൂട്ടത്തിൽ നിന്നാണ് മഹാപുരോഹിതന്മാരുണ്ടാകുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പുരോഹിതന്മാരും നേതൃത്വവും എല്ലാം ഈ സദൂക്യർക്കാണെങ്കിലും ഇവർക്ക് ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വാസമില്ല, പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല. പറഞ്ഞ മനസ്സിലായോ? പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല, ആത്മാവിൽ വിശ്വാസം. അപ്പം നോക്കണം. അപ്പൊ അന്നത്തെ ലീഡർഷിപ്പിന്റെ ആ ഒരു വലിയ പ്രശ്നം എത്രത്തോളം ഉണ്ടായിരുന്നു. പിന്നീട് അവരെ സ്വാധീനിച്ചത് മൊത്തം എന്താണ്? ഗ്രീക്ക് ഫിലോസഫി ഒക്കെ ആയിരുന്നു അവരെ സ്വാധീനിച്ചിരുന്നത്. അപ്പൊ വചനവുമായിട്ടും ദൈവാലോചനയുമായിട്ടും ബന്ധമില്ലാത്ത ഒരു പൗരോഹിത്യ വൃന്ദമായിരുന്നു കർത്താവിന്റെ കാലഘട്ടത്തിലും അതുപോലെ പൗലോസിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അല്പമെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു. പരീശന്മാരാണ്. പരീശന്മാർ കുറച്ചുകൂടെ ഭക്തിയോടെ ജീവിക്കാനൊക്കെ ശ്രമിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിയ സ്വാധീനത്തെ സൂക്ഷിക്കണം. സഭയിലേക്ക് കടന്നു വരുന്ന ഈ ഉപദേശ രൂപങ്ങളെ സൂക്ഷിക്കണം. അപ്പൊ ആധുനിക കാലഘട്ടത്തിലും നമ്മുടെ സഭകളിലേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പല ആളുകളും ഇന്ന് ദൈവവചനത്തെ അല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ലോകത്തിൽ നിന്നുള്ള പല ജ്ഞാനപരമായ കാര്യങ്ങളും തത്വചിന്തയും ഒക്കെ എടുത്തിട്ടാണ് സഭയുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ സഭയുടെ ആത്മീയതയെ അതിന് അപകടകരമായി വരുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പൊ അതുകൊണ്ട് ജ്ഞാനവാദത്തെ ശക്തമായി എതിർക്കുവാനും ദുരുപദേശങ്ങളെ നേരിടുവാനും വേണ്ടിയുള്ള ഒരു വലിയ ഒരു ഉദ്യമമാണ് ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണുന്നത്. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞതായിരുന്നു, അതുകൂടെ ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം. ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ പൗലോസിന്റെ കാലഘട്ടത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന്റെ ഒരു ആരംഭം മാത്രമേ ഉണ്ടായിരുന്നു. മാർസിയോണിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശം. മാർസിയോണിസം ഡുവലിസമാണ്. അതായത് എന്താണ് പറയുന്നത്, എന്റെ മലയാളം ഞാൻ പറഞ്ഞായിരുന്നു, ദ്വൈതവാദം. ഈ അദ്വൈതം എന്നുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, ഹിന്ദുവിസത്തിലുള്ള അദ്വൈതം. അപ്പൊ ആ അദ്വൈതത്തിന്റെ ആയം കളഞ്ഞാൽ മതി. അപ്പൊ പിന്നെ ദ്വൈതവാദമാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലെന്നാണ്, ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടാണെന്ന്. രണ്ടാണ്, രണ്ടായിട്ട്. അപ്പം ഇരു സ്വഭാവവാദം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ
ലളിത മലയാളത്തിൽ പറയാം. ഇരു സ്വഭാവവാദം. അപ്പൊ ദ്വൈതവാദത്തിൽ യഥാർത്ഥത്തിൽ പല ആംഗിളുകളുണ്ട്. ദ്വൈതവാദത്തിന് രണ്ട് ദൈവങ്ങളുടെ സങ്കല്പമുണ്ട്. യേശുക്രിസ്തുവിൽ രണ്ട് സ്വഭാവങ്ങൾ രണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഉപദേശം ഒന്നാം നൂറ്റാണ്ടില് രണ്ടാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ഒന്നാം നൂറ്റാണ്ടിൽ അത്രയും ഉണ്ടായിരുന്നു. രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ടായപ്പോൾ അത് ശക്തമായി. അപ്പം അതുകൊണ്ടാണ് യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണെന്നുള്ള ദൈവശാസ്ത്രം നാലാം നൂറ്റാണ്ടിൽ സഭാപിതാക്കന്മാര് രൂപീകരിച്ച ഉപദേശങ്ങളിൽ അവർ ശക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പൊ യേശുക്രിസ്തു ദൈവമായിരുന്നില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലെ രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിട്ട്. അരിയൂസിന്റെ ഒക്കെ വാദം അങ്ങനെയായിരുന്നു. അതുപോലെ നെസ്റ്റോറിയന്റെ വാദം അങ്ങനെയായിരുന്നു. നെസ്റ്റോറിയനിസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നെസ്റ്റോറിയന്റെ വാദം അങ്ങനെയായിരുന്നു. ഈ കാലങ്ങളിലും അങ്ങനെയുള്ള ചില വാദങ്ങളുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ട്. യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ദ്വൈതവാദം യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ വികലമായിട്ട് പറയുന്ന ഒരു ഉപദേശമായിരുന്നു ദ്വൈതവാദം. അതുകൊണ്ടാണ് എന്താണ് ഈ നിത്യാവിശ്വാസ പ്രമാണത്തിലൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും, അതുപോലെ പരമ്പരാഗത സഭകളുടെ ചില പ്രാർത്ഥനകളിലുമൊക്കെ അവൻ ഭേദം കൂടാതെ മനുഷ്യനായി തീർന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഭേദം കൂടാതെ എന്ന് പറഞ്ഞാൽ ഭേദമുണ്ട് എന്നാണ് ദുരുപദേശകന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ വ്യക്തിയെ, ഈ മാർസിയോണിനെ യഥാർത്ഥത്തില് അദ്ദേഹം ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനവും രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ, രണ്ടാം നൂറ്റാണ്ടിന്റെ പകുതി വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പം അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നത് പൗലോസിന് ശേഷമാണ്. എന്നാൽ മാർസിയോൺ പഠിപ്പിച്ച പല ഉപദേശങ്ങളും പൗലോസിന്റെ കാലഘട്ടത്തിൽ ഈ ജ്ഞാനവാദികളും തത്വചിന്തകന്മാരും ഒക്കെ സഭയെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്ന പല മറുപടികളും പ്രത്യക്ഷത്തിൽ നമുക്ക് മാർസിയോണിസത്തിനെ മറുപടി പറയുന്നതാണെന്ന് തോന്നാം. അങ്ങനെ തെറ്റിദ്ധരിച്ച പണ്ഡിതന്മാരാണ് ഇത് പൗലോസ് അല്ല ഈ ലേഖനം എഴുതിയതെന്നും, പൗലോസിന് ശേഷം രണ്ടാം നൂറ്റാണ്ടിൽ പൗലോസിന്റെ ഒരു ശിഷ്യനാണ് ഈ ലേഖനങ്ങൾ എഴുതിയതെന്നും ഒക്കെ അവര് പഠിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് മാർസിയോണിസത്തെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കുന്നത്. ഈ മാർസിയോണിനെ സഭാപിതാക്കന്മാരായ ജസ്റ്റിൻ മാർട്ടിയർ, ഐറേനിയസ്, തെർത്തുല്യൻ ഇങ്ങനെയുള്ള ആളുകൾ ദുരുപദേഷ്ടാവായിട്ട് തന്നെ കാണുകയും അദ്ദേഹത്തെ മുടക്കുകയും ചെയ്തിരുന്നു. അതുപോലെ മാർസിയോണിസത്തിന്റെ പല ഉപദേശങ്ങളും ഹെലനിസ്റ്റിക് അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇതിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യം വന്നത്. അപ്പം ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾക്ക് എതിരെ ശക്തമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശവും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ സഭയെ സംബന്ധിച്ചുള്ള ഭരണപരമായ കാര്യങ്ങളും നേതൃത്വപരമായ കാര്യങ്ങളും ശുശ്രൂഷാപരമായ കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ വിധത്തിലുള്ള ദുരുപദേശങ്ങൾക്ക് എതിരെ നിൽക്കുവാൻ സജ്ജമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടെ ഈ ലേഖനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനിയും ഒന്നാമത്തെ ലേഖനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു ബ്രേക്ക് ഉണ്ടേ. 5 മിനിറ്റ് കഴിയുമ്പോൾ വരാം. നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം. ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ എന്നാണ് യേശുക്രിസ്തുവിനെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട പദം അല്ലെങ്കിൽ താക്കോൽ പദം അല്ലെങ്കിൽ ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യം ക്രിസ്തീയ ശുശ്രൂഷ അല്ലെങ്കിൽ ശുശ്രൂഷ എന്നുള്ള പദമാണ് ഇതിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മക്കതോന്യയിൽ നിന്ന് എഴുതിയെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. മക്കതോന്യ പ്രദേശത്ത് നിന്ന് എഴുതി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ
എഫെസോസിൽ വെച്ച് എഴുതിയെന്നും ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാലും മക്കെദോന്യ പ്രദേശം എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞാൽ മതി. AD 65-66 കാലഘട്ടമായിരിക്കണം ഈ ലേഖനം എഴുതുന്ന സമയം. 65-66 കാലഘട്ടം ആയിരിക്കും. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട വാക്യം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 14-ഉം 15-ഉം ചേർത്താണ് അത് അർത്ഥപൂർണമാകുന്നത്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ. അതിന്റെ ബാക്കി ഭാഗം നോക്കുക. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന്. ജീവനുള്ള ദൈവത്തിന്റെ സഭയായ ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത്. അപ്പൊ സഭയിലെ നടപ്പ്, സഭയിലെ ജീവിതം, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം. ആ സഭയിൽ എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് നൽകുന്നതിനാണ് യഥാർത്ഥത്തിൽ ഈ ലേഖനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. തിമോത്തിയോസിനാണ് ഈ ലേഖനം എഴുതുന്നത്. തിമോത്തിയോസിനെ നമ്മൾ ഈ ലേഖനത്തിലും അപ്പോസ്തല പ്രവർത്തികളിലും കാണുന്നു. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ 13-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന ഒന്നാമത്തെ മിഷണറി യാത്രയിൽ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ലുസ്ത്ര, ദർബ പ്രദേശങ്ങളിലേക്ക് പൗലോസ് വരുന്നതായിട്ട് നാം കാണുന്നു. അവിടെ ചില പ്രതികൂലങ്ങളുണ്ടായി, ചില പ്രശ്നങ്ങളുണ്ടായി, ധാരാളം ആളുകൾ കർത്താവിനെ അറിഞ്ഞു. ആ ഭാഗം നമ്മൾ 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ലുസ്ത്രയിലും ദർബയിലും വന്ന് അവിടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, ചില പ്രതികൂലങ്ങളുണ്ടായി, ചില ആളുകൾ രക്ഷിക്കപ്പെട്ടു, ചില ആളുകൾ എതിർത്തു നിന്നു. സ്വാഭാവികമായിട്ടും ആ ഒന്നാമത്തെ മിഷണറി യാത്ര അവിടെ അവസാനിച്ചു. എന്നാൽ അവിടെ നാം തിമോത്തിയോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുന്നില്ല. എന്നാൽ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ, പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ആ മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിച്ച് രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ 15-ാം അധ്യായത്തിന്റെ അവസാനം 35-ാമത്തെ വാക്യത്തിൽ കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക. അപ്പം ആ സഭകളെ സന്ദർശിക്കുകയും സഭകളെ ഉറപ്പിക്കുകയും വിശ്വാസത്തിൽ നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടി വീണ്ടും വിസിറ്റ് ചെയ്യുകയാണ്, അതിനുവേണ്ടി പോവുകയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് രണ്ടാമത്തെ മിഷണറി യാത്ര പോകാം, രണ്ടാമത് നമുക്ക് ആ സഭകളിൽ ഒന്നുകൂടെ സഞ്ചരിക്കാം എന്ന് പൗലോസ് ബർന്നബാസിനോട് പറയുമ്പോൾ ബർന്നബാസ് പറഞ്ഞു, യോഹന്നാൻ എന്ന് പറയുന്ന മർക്കോസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പൊ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒന്നാമത്തെ മിഷണറി യാത്രയിൽ തുറമുഖ പട്ടണം വരെയും വന്നതിന് ശേഷം മർക്കോസ് തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോകുന്ന ഈ മർക്കോസിനെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഇനിയും കൊണ്ടുപോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് പൗലോസ് പറഞ്ഞു. പമ്പുല്ലിയിൽ വെച്ചാണ് അവൻ വിട്ടുപോകുന്നത്. എന്നാൽ ഈ ബർന്നബാസിന്റെ അനന്തരവനാണ് മർക്കോസ്.
അതുകൊണ്ട് ഇവനെ കൂടെ ഒന്ന് കർത്താവിന്റെ വേലയിൽ ഒന്ന് കൈത്താങ്ങല കൊടുത്ത് അവനോ ആദ്യത്തെ പ്രാവശ്യം വന്നില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് കൊണ്ടുപോകാമെന്ന് ബർന്നബാസ് കരുതിയിരിക്കും. പക്ഷെ പൗലോസ് സമ്മതിച്ചില്ല. അവർ തമ്മിൽ ഇച്ചിരി തർക്കമുണ്ടായി, വാദമുണ്ടായി. അതുകൊണ്ട് രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ബർന്നബാസ് പോയില്ല. ബർന്നബാസ് ഈ മർക്കോസിനെയും വിളിച്ചുകൊണ്ട് കുപ്രോസ് ദ്വീപിലേക്ക് പോയി. അവരുടെ സ്വന്തം ദേശത്തേക്ക് പോയി. അവിടെ പോയി കർത്താവിന്റെ വേല ചെയ്ത് കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ പൗലോസ് ശീലാസിനെ തെരഞ്ഞെടുത്തു. ശീലാസ് എന്ന് പറയുന്ന, സൈലസ് എന്ന് പറയുന്ന ആളിനെ തെരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ടു. സിറിയ, കിലിക്യ ദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു. അപ്പൊ ആദ്യം പോയ സഭകളെ ഒക്കെ ഒന്നും കൂടെ സന്ദർശിച്ച് അവിടെ പ്രാർത്ഥനകൾ നടത്തി അവരെ ഉപദേശിച്ച് അവരെ വിശ്വാസത്തിലും പ്രത്യാശയിലും ഉറപ്പിച്ചു. അങ്ങനെ അവര് ദർബയിലും ലുസ്ത്രയിലും ചെന്നു. ഗലാത്യ പ്രദേശത്തേക്ക് പോവുകയാണ്. ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ ചെന്നപ്പോൾ നേരത്തെ അവിടെ 14-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടതാണ്. അവിടെ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാതെ ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റു. അപ്പം അതിനുശേഷമാണ് അവര് ദേവന്മാരാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കരമായിട്ട് അവരെ പൂജിക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം പൗലോസ് അതിന്റെ മറുപടി പറയുന്നു. അങ്ങനെ ആ സംഭവം നടന്നു കഴിഞ്ഞ സമയത്ത് ഒരു പക്ഷെങ്കിൽ ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായി നിന്ന ഭക്തനായ ഒരു യഹൂദ ബാലകനായിരുന്നിരിക്കണം, ഒരു യുവാവായിരുന്നിരിക്കണം തിമോഥെയോസ്. പൗലോസിന്റെ അവിടുത്തെ ശുശ്രൂഷയിൽ ദൃക്സാക്ഷിയാവുകയും ആ ശുശ്രൂഷ മുഖാന്തരം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്ത ഒരു ഭക്തനായ മനുഷ്യനായിരുന്നിരിക്കണം തിമോഥെയോസ്. അപ്പം പൗലോസ് വീണ്ടും രണ്ടാം യാത്രയിൽ ദർബയിലും ലുസ്ത്രയിലും ചെന്നപ്പോൾ അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോഥെയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവൻ ആരായിരുന്നു? വിശ്വാസിയായിരുന്നു, ശിഷ്യനായിരുന്നു. അവനൊരു ഡിസൈപ്പിൾ ആയിരുന്നു. അവന് ഒരു കർത്താവിന്റെ രക്ഷകനായി സ്വീകരിച്ച ഒരു ഡിസൈപ്പിൾ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ അവൻ ഡിസൈപ്പിൾ ആകണമെങ്കിൽ അവൻ എപ്പോഴാകാൻ സാധ്യത? അവൻ പൗലോസിന്റെ 1-ാമത്തെ യാത്രയിലാണ് അവൻ രക്ഷയിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത. അപ്പോൾ പൗലോസിന്റെ രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷയും തന്റെ പ്രസംഗങ്ങളും എല്ലാം ഈ തിമോഥെയോസിനെ സ്വാധീനിക്കുകയും അങ്ങനെ അവൻ രക്ഷയിലേക്ക് വന്നതാണ്. അപ്പൊ അവൻ അവിടെ വിശ്വസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അവനെക്കുറിച്ച് പറയുന്നത്, സഹോദരന്മാരെ ഇക്കോന്യയിലുള്ള ആ പ്രദേശങ്ങളിലുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അതുപോലെ ആ പ്രദേശത്തുള്ള പല സഭകൾക്കും തിമോഥെയോസിനെ അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, തിമോഥെയോസ് അവരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. ഒരു ഉത്തമനായ കർത്താവിന്റെ ശിഷ്യൻ എന്നുള്ള പേര് അവന് ലഭിച്ചിരുന്നു. അപ്പം അവനൊരു പ്രശ്നമുണ്ടായിരുന്നു. അവൻ ആരായിരുന്നു? അവന്റെ അപ്പൻ യവനനായിരുന്നു. അമ്മ യഹൂദ സ്ത്രീയുമായിരുന്നു. അപ്പം എല്ലാവരാലും അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ഇവനെ സംബന്ധിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 14-ും 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ തന്നെ നിലനിൽക്കുക. ഓക്കെ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, അവൻ ബാല്യം മുതൽ തിരുവെഴുത്തുകളെ അറിഞ്ഞിരുന്ന, അല്ലെങ്കിൽ ആ
വചനത്തിന്റെ അറിവുണ്ടായിരുന്ന ഒരു ആളാണ് ഈ തിമോത്തിയോസ്. അപ്പോൾ എങ്ങനെയാണ് അവന് അറിവ് കിട്ടിയത്? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതായിരുന്നു. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഉറച്ചിരിക്കുന്നു. അപ്പം അമ്മയിൽ നിന്നും വല്യമ്മയിൽ നിന്നും ദൈവവചനത്തിന്റെ പാഠങ്ങൾ പഠിക്കുവാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആത്മീയതയ്ക്കും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുത്ത ഒരു ഭവനമായിരുന്നു തിമോത്തിയോസിന്റെ ഭവനം. അമ്മയും വല്യമ്മയുമാണ് ഈ വിശ്വാസത്തിൽ നിലനിന്നതും ഉപദേശിച്ചതുമൊക്കെ. പക്ഷെ അപ്പൻ യവനായ വ്യക്തിയായിരുന്നു, ഗ്രീക്കുകാരനായിരുന്നു. അപ്പോൾ ഈ നല്ല സാക്ഷ്യം കൊണ്ട, നല്ല വിശ്വാസമുള്ള ഈ ചെറുപ്പക്കാരനെ തങ്ങളോടൊപ്പം കർത്താവിന്റെ വേലയിൽ കൂട്ടിക്കൊണ്ടു വരുവാൻ വേണ്ടി പൗലോസ് ആഗ്രഹിച്ചു. ആഗ്രഹിച്ചതിന് ശേഷം താൻ എന്ത് പറഞ്ഞു? തന്നോടുകൂടെ അവൻ തന്നോടുകൂടെ പോരേണം എന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അപ്പൊ പൗലോസിന്റെ മിഷണറി മെത്തേഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പ്രദേശത്ത് ചെന്നാൽ അവിടെയുള്ള യഹൂദന്മാരുടെ പള്ളികളിൽ പോയി പ്രസംഗിക്കും. താൻ പാർക്കുന്ന ഇടങ്ങളിലേക്ക് യഹൂദ പ്രമാണികളെ വിളിച്ചു വരുത്തി കർത്താവിനെ കുറിച്ച് ഉപദേശിച്ചു. അപ്പൊ പ്രാഥമികമായിട്ടും പൗലോസ് യഹൂദനായിരുന്നു. യഹൂദ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു വളർന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഏത് പ്രദേശത്തും പ്രാരംഭമായി യഹൂദന്മാരുടെ പള്ളികളിലും യഹൂദന്മാരോടുമാണ് സുവിശേഷം താൻ പ്രസംഗിക്കുവാൻ മുതിർന്നത്. അത് തന്റെ ഒന്നാമത്തെ ഒരു മെത്തേഡായി. അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ വംശാവലി സൂക്ഷിക്കുന്ന ആളുകള്, അങ്ങനെയൊക്കെയുള്ള അവരുടെ ഭയങ്കരമായിട്ടുള്ള പരീശത്വം, അവർക്ക് ഭയങ്കര ഇതുണ്ട്. അപ്പം ഈ സംഘത്തെ അംഗീകരിക്കണമെങ്കിൽ ഇവരെല്ലാവരും ആരായിരിക്കണം? യഹൂദന്മാർ തന്നെ ആയിരിക്കണം. അപ്പൊ യഹൂദനല്ലാത്ത ഒരാളിനെ പള്ളി കയറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസിനെതിരെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി കൊല്ലാനൊക്കെ തുടങ്ങിയത്. അതിനുശേഷം പറഞ്ഞു, അവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നീ ഈ നേർച്ചയുള്ള പുരുഷന്മാർക്ക് ചെലവ് ചെയ്യുക, അവരുടെ തല പൊട്ടയടിക്കാനൊക്കെയുള്ള പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവര് പരിഹരിക്കുന്നതൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചതാണ്. അപ്പൊ ഇവൻ ഈ അപ്പൻ യവനനാണെന്ന് അവിടങ്ങളിൽ എല്ലാവർക്കും അറിയാം, ഇവൻ ക്രിസ്ത്യാനിയാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ക്രിസ്ത്യാനിയാണ്, നല്ല സാക്ഷ്യമുള്ള ശിഷ്യനാണെങ്കിലും അപ്പൻ യവനനായതുകൊണ്ട് അർദ്ധ യഹൂദനായ ഒരു വ്യക്തിയെ സിനഗോഗുകളിൽ സ്വീകരിക്കുവാനോ അവര് പറയുന്ന സുവിശേഷം കേൾക്കുവാനോ ഒന്നും യഹൂദന്മാർ തയ്യാറാവില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇവന്റെ അപ്പൻ യവനനാണെന്ന് അറിയാമായിരുന്നത് കൊണ്ട് ആ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാതികളിൽ നിന്ന് വരുന്ന ആളുകൾ പരിച്ഛേദന ഏൽക്കണമെന്നുള്ള ഒരു പ്രമാണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അതങ്ങനെ വേണ്ട എന്ന് അപ്പോസ്തലന്മാർ നിശ്ചയിച്ചതുമാണ്. പക്ഷേ പൗലോസ് ചെയ്തെന്താ അറിയാമോ? അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. പരിച്ഛേദന കഴിപ്പിച്ചു എന്ന് മാത്രമല്ല, അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ പരിച്ഛേദന ഏൽപ്പിച്ചു ആരെ? തിമോത്തിയോസ്. എന്നിട്ട് ജാതികൾ പരിച്ഛേദന ഏൽക്കണ്ട എന്നുള്ള നിർണയം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത്. അതൊരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നും. കള്ളു കുടിക്കല്ല എന്ന് പറയാൻ വേണ്ടി പോകുന്ന ആളെന്ത് ചെയ്യുക? ഒരു അല്പം എടുത്ത് അടിച്ചിട്ട് പോകുക, അങ്ങനെ നമുക്ക് തോന്നാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ ഇവൻ ജാതീയനുമല്ല യഹൂദനുമല്ല, തിമോത്തിയോസിന്റെ പ്രശ്നമാണ്. അപ്പൊ തിമോത്തിയോസിന് പറയുന്ന കാര്യങ്ങൾ ജാതികൾ പരിച്ഛേദന ഏൽക്കണ്ട എന്ന് പറയാൻ വേണ്ടി പോകുന്ന ആള് ജാതീയനായിട്ടുള്ള ആരോ അർത്ഥയഹൂദനായിട്ടുള്ള ആളോ ആണെങ്കിൽ നീ ആരെ ഞങ്ങളെ ഉപദേശിക്കാമെന്ന്. അതുകൊണ്ട് ഒരു യഹൂദന്മാരുടെ ഇടയിൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നതിന് വേണ്ടിയും
പൗലോസിന്റെ സഹപ്രവർത്തകൻ ഒരു കുഴപ്പക്കാരനല്ല എന്ന് അറിയേണ്ടതിന് വേണ്ടിയും ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തിൽ പൗലോസ് തിമോത്തിയോസിനെ എന്ത് ചെയ്തു? പരിച്ഛേദന കഴിപ്പിച്ചു. തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചത് അവൻ രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, അവനൊരു ഒരു ദൈവമകനായി തീരണം എന്നുള്ളതിന്റെ വെളിച്ചത്തിലല്ല, മറിച്ച് സുവിശേഷ വ്യാപനത്തിന്റെ കാര്യത്തിന് വേണ്ടി, സുവിശേഷം അക്സെപ്റ്റ് ചെയ്യപ്പെടുവാൻ, അപ്പോസ്തലിക ഉപദേശം വ്യാപിക്കുവാൻ വേണ്ടി, അതൊരു തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇതൊരു പക്ഷെങ്കിൽ നമുക്ക് വീണ്ടും തർക്കവിഷയമായിട്ട് നമുക്ക് തോന്നാം, എങ്കിലും നമുക്ക് അത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. പൗലോസ് ഒരു ദുരുദ്ദേശപരമായിട്ട് സ്വന്തം ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപദേശത്തിന്റെ വെളിച്ചത്തിലോ ചെയ്തതല്ല. എന്നാൽ അതേപോലെ തന്നെ ഉള്ള മറ്റൊരു പ്രശ്നമായിരുന്നു തീത്തോസിന്റെ കാര്യം. തീത്തോസിന്റെ കാര്യം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. തീത്തോസ് പൂർണ്ണമായിട്ടും യവനനായിരുന്നു. ഇപ്പൊ യഹൂദ മതാനുസാരികളായ ചില ആളുകൾ വന്നിട്ട് അന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞു, ഇവനെ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പരിച്ഛേദന കിട്ടും. പൗലോസ് പറഞ്ഞു നടക്കത്തില്ല. അതിനുശേഷം അത് എരുശലേമിൽ ആ പ്രശ്നമായിട്ട് എരുശലേമിൽ ചെന്നപ്പോൾ എരുശലേമിലുള്ള ആളുകൾ അവനെ പരിച്ഛേദന ഏൽക്കുവാൻ വേണ്ടി നിർബന്ധിച്ചു. അപ്പൊ തീത്തോസിന്റെ കാര്യത്തിൽ അവൻ പൂർണ്ണമായും യവനനായിരുന്നിട്ടും അവനെ പരിച്ഛേദന കഴിപ്പിച്ചില്ല. പക്ഷെങ്കിൽ തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു. അതൊരു ഒരു ഒരു പ്രത്യേകമായ മെത്തേഡായിട്ടോ സാഹചര്യമായിട്ടോ മാത്രം കരുതിയാൽ മതി. ഒരു ജനറൽ റൂളായിട്ട് നമ്മൾ അതിനെ കരുതേണ്ടതായിട്ടില്ല. അങ്ങനെ നിർണയങ്ങൾ, മൂപ്പന്മാർ വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. സോ അവരുടെ മിനിസ്ട്രിയുടെ ഔട്ട്കമ്മും കൂടെ നോക്കണം. എന്തായിരുന്നു? സഭകൾ വിശ്വാസത്തിൽ ഉറച്ചു. അപ്പം അതൊരു കുഴപ്പപരമായ ഒരു കാര്യമായിരുന്നു ചെയ്തതെങ്കിൽ വിശ്വാസത്തിൽ ഉറക്കത്തില്ല. അപ്പൊ ഇന്ന് നമ്മുടെ ആളുകൾ ചെയ്യുന്ന പല പ്രവർത്തികളും സഭകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നില്ല. വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ഇലക്ഷനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള പല പൊളിറ്റിക്സും നമ്മൾ കാണുന്നതാണ്. അതൊന്നും സഭകളെ എന്ത് ചെയ്യുന്നില്ല? ഉറപ്പിക്കുന്നില്ല. അത് മാത്രമല്ല, എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ചർച്ചകളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെട്ടു, കർത്താവിന്റെ വേല അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ അന്ന് ഈ പരിച്ഛേദന ഏൽക്കുക എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് യഹൂദ ക്രൈസ്തവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പരിച്ഛേദന ഏൽപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇനി ഏൽപ്പിച്ചില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആ സാഹചര്യത്തിൽ തിമോത്തിയോസിനെ പരിച്ഛേദന ഏൽപ്പിച്ചു. പ്രത്യേകിച്ച് അവന്റെ അപ്പൻ യവനനായിരുന്നത് കൊണ്ടാണ് അത് ചെയ്തത്. പക്ഷെ അതിനുശേഷമുള്ള അവരുടെ മിനിസ്ട്രിയിൽ അവർക്ക് ശുശ്രൂഷയിൽ അവർക്ക് ബലപ്പെടുവാനും സഭകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും സഭകൾ എണ്ണത്തിൽ പെരുകുവാനും ഒക്കെ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ തിമോത്തിയോസ് പൗലോസിനോടൊപ്പം രണ്ടാമത്തെ മിഷണറി യാത്രയിൽ സഞ്ചരിച്ച വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അവൻ ചെറുപ്പത്തിൽ തന്നെ അവൻ കർത്താവിനെ അറിഞ്ഞു, കർത്താവിന്റെ വചനം അറിഞ്ഞു. കർത്താവിന്റെ വചനം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ബാല്യം മുതൽ തിരുവെഴുത്തുകളെ അറിയുക എന്ന് പറയുന്നത് പഴയ നിയമത്തെ ഉദ്ദേശിച്ചാണ്, പുതിയ നിയമമല്ല. പുതിയ നിയമത്തിന്റെ ഉപദേശമൊക്കെ അന്ന് രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ, ലേഖനങ്ങൾ എഴുതപ്പെടുന്നതേ ഉള്ളൂ. അപ്പോൾ അവൻ പഠിച്ചത് മുഴുവനും പഴയ നിയമമാണ്, ന്യായപ്രമാണമാണ്, ആ നിയമത്തിന്റെ വചനമാണ്. അപ്പം ആ ന്യായപ്രമാണത്തെ പൗലോസ് എന്താണ് പറയുന്നത്? തിരുവെഴുത്തുകൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതും ദൈവത്തിന്റെ വചനം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ക്രിസ്തുവിന്റെ രക്ഷയുടെ വെളിപ്പാട് അതിനകത്ത് പൂർണ്ണമായിട്ട് കാണുന്നില്ല. അത് പുതിയ നിയമത്തിലാണ് കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പരിച്ഛേദന ഏൽക്കുകയും പൗലോസിന്റെ സഹപ്രവർത്തകനായി തീരുകയും ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് അങ്ങനെ പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത് ത്രോവാസ്, ഫിലിപ്പിയ, ബെരോവ, അഥേന ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ പൗലോസിനോടൊപ്പം രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പോവുകയും പൗലോസ് ബെരോവ വിട്ടുപോയപ്പോൾ തിമോത്തിയോസും ശീലോസും പുതിയ വിശ്വാസികളെ സഹായിക്കുന്നതിന് വേണ്ടി ബെരോവയിൽ അവർ നിന്നു. ബെരോവയിൽ അവര് അവിടെ താമസിച്ചു. അപ്പോൾ അഥേനയിൽ നിന്നും തെസ്സലോനിക്കയിലേക്കുള്ള വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരെ കാണുന്നതിന് വേണ്ടിയാണ്
പൗലോസ് പോകുന്നത്. അപ്പം അങ്ങനെ തെസലോനിക്കയിലേക്ക് പൗലോസ് പോകുന്നു. പൗലോസിന്റെ അടുക്കലേക്ക് ഇവർ തിരിച്ചു വരുന്നത് കൊരിന്തിൽ വരുമ്പോഴാണ്. കൊരിന്തിൽ വെച്ചാണ് ഇവർ തിരിച്ചു വരുന്നത്. ഓക്കെ, അത് ഹിസ്റ്റോറിക്കലാണ്, നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നാം തിമോത്തിയോസിനെ കാണുന്നത് പൗലോസിന്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിലാണ്. മൂന്നാമത്തെ മിഷണറി യാത്രയിൽ എഫെസോസിൽ വെച്ച് പൗലോസ് തിമോത്തിയോസിനെ അവിടെ വെച്ച് നാം കാണുന്നുണ്ട്. അവിടെ നിന്നും തിമോത്തിയോസിനെ പൗലോസ് മക്കെദോന്യയിലേക്ക് അയക്കുന്നു. മക്കെദോന്യയിലേക്ക് അവനെ അയച്ചു. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസ് മക്കെദോന്യയിലുണ്ടെന്ന് നമുക്ക് രണ്ട് കൊരിന്ത്യരിൽ നമുക്ക് കാണാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 19-ാം വാക്യവും. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവേശത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്ക് അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല, അവനിൽ ഉവ്വ എന്ന് അത്രേ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അദ്ദേഹം എവിടെയുണ്ട്? മക്കെദോന്യയിൽ അല്ലെങ്കിൽ എഫെസോസിൽ ഉണ്ട് എന്ന്. എഫെസോസിൽ നിന്നാണ് കൊരിന്ത്യർക്കുള്ള ലേഖനം എഴുതുന്നത്. അപ്പോൾ പൗലോസ് ഈ ലേഖനം കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസിനോടൊപ്പം എഫെസോസിൽ ആരുണ്ടായിരുന്നു? തിമോത്തിയോസും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അതിനുശേഷം പിന്നീട് റോമാലേഖനം എഴുതുന്ന സമയത്ത്, റോമാലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസിന് വന്ദനം പറയുന്നു. അപ്പം റോമാലേഖനം എഴുതുന്ന സമയത്ത് തിമോത്തിയോസ് പൗലോസിനോടൊപ്പം ഇല്ല. അപ്പൊ പിന്നീട് അത് റോമാലേഖനം 16:21 തിമോത്തിയോസിന് വന്ദനം ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ്. അത് തിമോത്തിയോസ് വീണ്ടും പൗലോസിനോട് കൂടെ വന്ന് ത്രോവാസിൽ വന്ന് പൗലോസിനോട് ജോയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ തിമോത്തിയോസിനെ നമുക്ക് പൗലോസിന്റെ ശുശ്രൂഷയിൽ ഉടനീളം ഒരു വിശ്വസ്തനായ സഹപ്രവർത്തകനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തിമോത്തിയോസിന്റെ ജീവിതാന്ത്യത്തെ കുറിച്ച് പറയുന്നത്, തിമോത്തിയോസ് എഫെസോസിലെ ഒരു ഉത്സവ സമയത്ത്, എഫെസോസിലെ ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത്, റിലീജിയസ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം വിഗ്രഹാരാധനയെ ശക്തിയുക്തം എതിർത്ത ഒരു ശുശ്രൂഷകനായി. അതുകൊണ്ട് തിമോത്തിയോസിനെ ശത്രുക്കളായ ചില ആളുകൾ അടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കാം എന്ന് പൗലോസ് അവസാനം എഴുതുമ്പോൾ തിമോത്തിയോസിനോട് പറഞ്ഞതായിരുന്നു. നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ താനത് നിവർത്തിച്ചു. അല്ലെങ്കിൽ ആ ഒരു കഷ്ടതയുടെ പാതയിലൂടെ തന്നെയാണ് തിമോത്തിയോസും പോയത്. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ മലയാളത്തിലുള്ള പുസ്തകം കിട്ടാനില്ല. ഇംഗ്ലീഷിലൊരു പുസ്തകമുണ്ട്, ഫോക്സ് ക്രിസ്ത്യൻ മാർട്ടിയേഴ്സ് എന്ന് പറഞ്ഞ. ഫോക്സ് എന്ന് പറയുന്നത് അതിന്റെ എഴുത്തുകാരനെ കുറിച്ചാണ്. ഫോക്സ് FOXES E' ആണ് ഫോക്സ്. അപ്പൊ ഫോക്സ് ക്രിസ്ത്യൻ മാർട്ടിയേഴ്സ്, അത് ക്രിസ്ത്യൻ രക്തസാക്ഷികളെ കുറിച്ചുള്ള ഒരു എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടൊക്കെ പഠിക്കുന്ന ഒരു നല്ല പുസ്തകമാണ്. എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങളത് നോക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അതിനകത്താണ് ഈ ഒരു ആധികാരികമായിട്ട് ഇങ്ങനെ ഒരു ചരിത്ര രേഖ അല്ലെങ്കിൽ ഒരു പരമ്പരാഗത വിശ്വാസം ഉള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തിമോത്തിയോസിനെ ശത്രുക്കൾ എല്ലാവരും കൂടി എഫെസോസിൽ വെച്ച് അടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തിമോത്തിയോസ് എന്ന് പറയുന്ന ആ ഒരു ശക്തനായ പൗലോസിന്റെ
നിജപുത്രനായിരുന്ന ഒരു ഒരു ശിഷ്യൻ, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം പൗലോസ് എഴുതുന്ന സമയത്ത്, തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് എഫെസോസിലായിരുന്നു. ഒന്നാമത്തെ ലേഖനം എഴുതുന്ന സമയത്ത് തിമോത്തിയോസ് എഫെസോസിലെ സഭയുടെ ലീഡറായിരുന്നു, അല്ലെ അധ്യക്ഷനായിരുന്നു. ആ സഭയ്ക്ക് മേൽനോട്ടം വഹിക്കുക മാത്രമല്ല, എഫെസോസിൽ ഉള്ള ആളുകളെ നേതൃത്വ പരിശീലനം കൊടുക്കുക, ശുശ്രൂഷകന്മാരെ പരിശീലിപ്പിക്കുക. ശുശ്രൂഷകൻ ഉദ്ദേശിച്ചത് ഇടയന്മാരെ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുക. പിന്നീട് അധ്യക്ഷന്മാരില്ലാത്ത സഭകളിൽ മൂപ്പന്മാരെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിഷപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഓവർസിയറുടെ അല്ലെങ്കിൽ ഒരു സൂപ്രണ്ടിന്റെ ചുമതല, ഒരു 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 പ്രസ്പെക്ടറുടെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഒരു സഭയുടെ, ലോക്കൽ സഭയുടെ ഒരു പാസ്റ്റർ എന്നതിനേക്കാൾ ഉപരി കുറേയധികം സഭകളുടെ നേതൃത്വം കൊടുക്കുന്ന, ഒരു പ്രദേശത്തെ സഭകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ആത്മീയ ലീഡറായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു എഫെസോസ് കേന്ദ്രമാക്കി. അപ്പൊ എഫെസോസിലുള്ള ആളുകളെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുകയും സഭകളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു വന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. ഈ ഒന്നാമത്തെ ലേഖനം എഴുതുന്ന സമയത്ത് തിമോത്തിയോസ് എഫെസോസിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ ഒരു വിശദമായ വ്യാഖ്യാന പഠനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാൽ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഒന്നാമത്തെ അധ്യായം ദുരുപദേശങ്ങൾക്കെതിരെയുള്ള നിർദ്ദേശങ്ങളാണ്. ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദുരുപദേശങ്ങൾക്കെതിരെയുള്ള നിർദ്ദേശങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഈ കാര്യം പ്രാരംഭ വന്ദനത്തിന് ശേഷം, സാധാരണയുള്ള വന്ദനത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു വന്ദനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒന്നാം ലേഖനത്തിൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും. അപ്പൊ അവിടെ ഉള്ള ഒരു അഡീഷണൽ പ്രയോഗമാണ് കനിവ്. ആ ഒരു പ്രയോഗം നമുക്ക് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇനിയുമാണ് താൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം നമുക്ക് ഒത്തിരി വിശദമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഒരു സമയം, ഈ ലേഖനം എഴുതുന്ന സമയത്തും ഒക്കെ ശക്തമായി അവിടെ ഉണ്ടായിരുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് ചക്രവർത്തി ആരാധനയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം, റോമൻ സാമ്രാജ്യത്തിൽ മുഴുവനും ചക്രവർത്തിയെ ദൈവമായി ആരാധിച്ചു വന്ന സമയമാണ്. അപ്പം കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? കർത്താവ് എന്ന് പറഞ്ഞാൽ, ലോർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ചക്രവർത്തിയാണ്. ലോർഡ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ്. രക്ഷകൻ അല്ലെങ്കിൽ സേവിയർ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ചക്രവർത്തിയെക്കുറിച്ച്. അപ്പം രക്ഷകനെന്നോ കർത്താവെന്നോ ഒരു വ്യക്തി പറയുന്നത്, റോമാ സാമ്രാജ്യത്തിൽ പറയുന്നത് ആരെക്കുറിച്ചായിരിക്കണം? ചക്രവർത്തിയെ കുറിച്ചായിരിക്കണം. ചക്രവർത്തി ആരാധനയുടെ മൂർത്തിഭാവമുള്ള ഒരു സമയം. പക്ഷേ തിമോത്തിയോസിനോട് പറയുന്നു, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും ആരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പം ഈ വലിയ ഒരു പ്രതിസന്ധിയുടെ സമയത്താണ് ഈ കാര്യം ഉറപ്പിച്ചു പറയുന്നതും ഉപദേശിക്കുന്നതും എഴുതുന്നതും. അപ്പൊ അതൊരു രാജ്യദ്രോഹ കുറ്റം പോലും ആകാനുള്ള സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. പക്ഷെ പൗലോസിന് ഭയമില്ല. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, നീയും ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ
രക്ഷകനും കർത്താവും എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കാര്യം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ വന്ദനം ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ രക്ഷിതാവായ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിൽ നിന്ന് നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പൊ യേശു ക്രിസ്തു കർത്താവെന്ന് പറഞ്ഞാൽ പ്രശ്നമാകുന്ന സാഹചര്യത്തിൽ പൗലോസ് ആ പദം ഉപയോഗിക്കുന്നു. ആ പദം തന്റെ വിശ്വാസ പ്രഖ്യാപനമായി താൻ ആ കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. അപ്പം അത് നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് നമ്മുടെ പ്രത്യാശയെക്കുറിച്ചും എല്ലാം അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയുമല്ല, തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നത് തന്റെ നിജപുത്രനായ തിമോത്തിയോസ്, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്, ആ ബന്ധം എന്ന് പറയുന്നത് ഒരു യജമാനനും വേലക്കാരനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. പിന്നെ സഭാതലങ്ങളിലൊക്കെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സഭാ നേതാവ് നിങ്ങൾ ആരെങ്കിലും ലീഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല, നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. സഭാ നേതാവ് തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന വേലക്കാരെ വെറും വേലക്കാരായിട്ട് കാണാറുണ്ട്, അല്ലേ? വെറും വേലക്കാരായിട്ട് കാണാറുണ്ട്. അവരെന്തോ ഇവരുടെ ഔദാര്യത്തിന് ഇങ്ങനെ ഏതാണ്ടൊരു കൂലിയൊക്കെ പറ്റി ഇവർ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന ഒരാളായിട്ടൊക്കെ പരിഗണിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്, അല്ലേ? ഇവരെ ഭയപ്പെടുത്തുക, അനാവശ്യമായിട്ടുള്ള ഭാരങ്ങൾ അവരുടെ മേൽ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മാനേജർ എങ്ങനെയാണ് ഒരു എംപ്ലോയിയോട് ഇടപെടുന്ന ആ രീതിയിലൊക്കെ ഇടപെടാറ്. പക്ഷെ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ചർച്ചിന്റെ ലീഡറും ചർച്ചിന്റെ വർക്കറും തമ്മിലുള്ളത്. ചർച്ചിന്റെ ലീഡറും ചർച്ചിന്റെ വർക്കറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ചർച്ചിന്റെ ലീഡർ ഒരു ഓവർസിയറാണ്, അല്ലേ? ഓവർസിയർ എന്ന് പറഞ്ഞാല് മേൽനോട്ടം വഹിക്കുന്ന ആളാണ്. മേൽനോട്ടം വഹിക്കുന്നത് എങ്ങനെയാണ്? സംരക്ഷണം നൽകുന്ന ആളാണ്, പ്രൊട്ടക്ഷൻ നൽകുന്ന ആളാണ്, കരുതൽ നൽകുന്ന ആളാണ്, ചേർത്ത് പിടിക്കുന്ന ആളാണ്. അല്ലാതെ പോലീസുകാരെ പോലെ വെരുട്ടുകയും പിന്നെ ദൈവവേല ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവര് പറയുന്ന നിർബന്ധങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ബിബ്ലിക്കല്. ഓവർസിയർ അല്ലെങ്കിൽ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ മിഷൻ ലീഡർ എന്നൊക്കെ പറയുന്നത് മിഷണറി പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിഷണറി പ്രസ്ഥാനങ്ങളിലൊക്കെ ഈ മിഷൻ പോകുന്ന ആളുകൾ, ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള എനിക്ക് ഒരുമാതിരിപ്പെട്ട ലീഡേഴ്സിനൊക്കെ എനിക്കറിയാം, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ അറിയാം, നാട്ടിലുള്ളവരെ അറിയാം. അവരൊക്കെ നല്ല ആളുകളാണ്, നല്ല ലീഡേഴ്സാണ്. പക്ഷെ പലപ്പോഴും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നില്ല, ശുശ്രൂഷ ചെയ്യുന്ന സഹോദരി സഹോദരന്മാരോടുള്ള സമീപനം പലപ്പോഴും ബിബ്ലിക്കലല്ല. വേണ്ട വയ്യാങ്കി ഇട്ടു പോടാവോ എന്നൊക്കെ പറയും. അത് അവരോർക്കുന്ന അതൊക്കെ ഒരു ആത്മീയമാണ്, അവരുടെ പരിശീലിപ്പിക്കുകയാണെന്ന് പറയും. അപ്പൊ ഒത്തിരി ആളുകൾക്ക് പൈസ കൊടുക്കാതെ, അവർക്ക് വേണ്ടതായ സംരക്ഷണം കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ ഒരുപാട് പേരിലും ഞാൻ കേട്ടു. അപ്പം ഓക്കെ, അത് നമുക്ക് ആ ഭാഗം വിടാം. എന്നാൽ ഒരു ലീഡർ എന്ന് പറയുന്ന ആള് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, തൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുക, ഉപദേശം കൊടുക്കുക എന്നതുപോലെ തന്നെ അവരെ ചേർത്ത് നിർത്തുക, സംരക്ഷണം കൊടുക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള ആ ഒരു കടമയും കൂടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ എന്തോ ഒരു വലിയ പദവിയിലുള്ള ആളാണ്, നിങ്ങളൊക്കെ വെറും കൂലിക്കാരെ പോലെയുള്ള ആളുകളാണ് എന്നുള്ള മനോഭാവം ഇവിടെ അതല്ല. ക്രിസ്ത്യൻ ചർച്ചിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ലീഡറും സബോർഡിനേറ്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഫാദറും സണ്ണും തമ്മിലുള്ള ബന്ധം, കുടുംബത്തിന്റെ ബന്ധമാണ്. പൗലോസ് പറയുന്നു, എന്റെ പുത്രനാണ് തിമോത്തിയോസ്, എന്റെ കുടുംബത്തിലെ അംഗമാണ് തിമോത്തിയോസ്, എന്റെ നിജപുത്രനാണ്, എനിക്ക് വാത്സല്യപ്പെട്ടവനാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇന്ന് ഏതെങ്കിലും ഒരു ചർച്ച ലീഡർ ഒരു പാസ്റ്ററോട് പറയുമോ ഇദ്ദേഹം എന്റെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണെന്ന് പറയുമോ? ഇല്ല. പാസ്റ്റർ വയ്യാൻ കേട്ടേച്ച് പോക്കോ, ഞാൻ അവിടെ വേറെ ആളിനെ ആക്കിക്കോളാം, അല്ലേ? അങ്ങനെയൊക്കെയാണ് ആളുകൾ പറയും. എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ കാസർഗോഡിനും കണ്ണൂരിനും ഒക്കെ ആയിരിക്കും സ്ഥലം മാറ്റം കൊടുക്കും. ആ സമയത്ത് ഇവരെ താങ്ങി നിൽക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ 10,000, 60,000, 1,00,000 രൂപ വരുമാനമൊക്കെ കിട്ടത്തക്ക രീതിയിലുള്ള സഭകളിലേക്ക് അവർ സ്ഥലം മാറ്റി.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നു. ലീഡർ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. ലീഡർ എല്ലാ സഹപ്രവർത്തകരെയും തന്റെ കുടുംബാംഗങ്ങളെ പോലെ കാണുവാനും മക്കളെ പോലെ കാണുവാനും കഴിയുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. ഒരു അപ്പന്റെ മനസ്സ്, പിതാവിന്റെ മനസ്സ് ഉള്ളതായിരിക്കണം ഒരു ചർച്ച് ലീഡർ. ഒരു സഭ പാസ്റ്ററും അങ്ങനെ ആയിരിക്കണം. പാസ്റ്ററും തന്റെ വിശ്വാസികളോട്, ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം വന്ന ദേവദാസൻ വന്ന് ചാർജ് എടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പനും നിങ്ങൾ മക്കളുമാണ്, ഓർത്തോണം എന്ന് പറഞ്ഞു. അത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയുമോ, ഞാൻ അപ്പനും നിങ്ങൾ മക്കളുമാണ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പം അതൊരു വലിയ സന്തോഷമാണ് ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ അങ്ങനെയാ അപ്പൊ കാണുന്നത്. ആ ഉപദേശങ്ങളെല്ലാം അങ്ങനെ കാണുന്നത്. അപ്പൊ പൗലോസ് പറയുന്നു, തിമോത്തിയോസേ, നീ എന്റെ പുത്രനാണ്, നീ എന്റെ വേലക്കാരനല്ല, നീ എന്റെ ദാസനല്ല. നീ കർത്താവിന്റെ ദാസനും നമ്മൾ രണ്ടുപേരും കർത്താവിന്റെ ദാസന്മാരാണ്. നീ എനിക്ക് സഹപ്രവർത്തകനും നീ എനിക്ക് മകനുമാണ്. അതുകൊണ്ട് നാം ഉറക്കെ പറയുന്ന ഈ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യാശ, അല്ലേ? പ്രത്യാശയാണ് നമുക്ക് ഈ റോമാ സാമ്രാജ്യത്തിലുള്ള പ്രത്യാശയാണ്, ഇവിടുത്തെ നിയമ വ്യവസ്ഥയിലുള്ള പ്രത്യാശയല്ല. മറിച്ച് നമുക്കൊരു ഭാവികാല പ്രത്യാശ നമുക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തിമോത്തിയോസിന് എഴുതുകയാണ്, നിനക്ക് കൃപയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, കനിവുണ്ടാകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അന്യഥ ഉപദേശിക്കരുത് എന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചപ്പോൾ നമ്മൾ ഈ വാക്യം വായിച്ചതാണ്. അന്യഥ ഉപദേശിക്കരുത് എന്ന് പറയുകയാണ്. അന്യഥ ഉപദേശിക്കരുതെന്നും പിന്നെ തർക്കങ്ങൾക്കും മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും വംശാലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോ നീ എഫെസോസിൽ താമസിക്കുക. ഇപ്പൊ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് പൗലോസിനോടൊപ്പം വീണ്ടും യാത്ര ചെയ്യുവാനും ഒക്കെ തിമോത്തിയോസ് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ തിമോത്തിയോസിനോട് പറയുകയാണ്, നീ ഇപ്പോൾ മറ്റെങ്ങോട്ടും പോകുന്നത് ബുദ്ധിയല്ല. കാരണം സഭ വളരെയധികം അപകടകരമായ അവസ്ഥയിലാണ്. അന്യഥ ഉപദേശിക്കരുതെന്ന് ചിലരോട് പറയണം. അതുപോലെ കെട്ടുകഥകളെയും വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കണം. അപ്പൊ ചില കാര്യങ്ങൾ സ്നേഹത്തോടെ പറയണം, ചില കാര്യങ്ങൾ ആജ്ഞാപിക്കണം, അല്ലേ? അപ്പൊ ഈ കൽപ്പന കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കർത്താവിന്റെ കൽപ്പന എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർ ചില വിഷയങ്ങളിൽ ആജ്ഞാപിക്കുന്നവരായിരിക്കും. കാരണം അതിന് ഓർഡർ കൊടുക്കുവാനുള്ള അധികാരമുണ്ട്. അത് ദൈവത്തിന്റെ അധികാരമാണ്, ഓർഡർ കൊടുക്കുവാനുള്ള അധികാരം. അത് മാനുഷികമായി കർത്തൃത്വം നടത്തുന്നതിന് വേണ്ടിയാണ്, മറിച്ച് ശക്തമായ താക്കീത് കൊടുക്കുവാനും തർജ്ജനം ചെയ്യുവാനും ഉള്ള ആത്മീകമായ അധികാരം. സോ സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ട്. അത് ദൈവത്തിന്റെ വചനത്തിൽ ഒരു വലിയ വിഷയമാണ്. ഈ വിറ്റ്നസ് വാച്ച്മാനിയുടെ ഒക്കെ ചില പുസ്തകങ്ങൾ, സബ്മിഷൻ ആൻഡ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കണം. ഒരുപക്ഷെ നിങ്ങൾ അതിനുള്ള മെസ്സേജൊക്കെ കേട്ടിട്ടുണ്ടായി. സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്നത് തിരുവെഴുത്തുകളെ ഒരു യാഥാർത്ഥ്യമാണ്. സ്പിരിച്വൽ അതോറിറ്റി. അപ്പൊ സ്പിരിച്വൽ അതോറിറ്റി സഭയിൽ മാത്രമല്ല, അത് സമൂഹത്തിലും ഭവനത്തിലുമുണ്ട്. അപ്പൻ വീടിന്റെ അധികാരിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ അതോറിറ്റിയും, മദറിന് ഒരു സ്പിരിച്വൽ അതോറിറ്റിയും. അതുകൊണ്ടാണ് അമ്മയപ്പന്മാരെ അനുസരിക്കണമെന്ന് മക്കളോട് പറയുന്നു. ബി സബ്മിസീവ്, ബി ഒബീഡിയന്റ് ടു യുവർ പേരൻസ്. അപ്പോൾ അതൊരു അധികാരത്തിന് കീഴ്പ്പെടുന്ന, അധികാരത്തെ അംഗീകരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ സഭയിലാണെങ്കിലും ഒരു സ്പിരിച്വൽ അതോറിറ്റിയും നമ്മെ നയിക്കുവാൻ വേണ്ടി ആക്കി വെക്കുന്ന
അധ്യക്ഷൻ, സഭയുടെ ലീഡർ, അത് ദൈവമാക്കി വെക്കുന്ന അതോറിറ്റിയാണ്. സോ നമ്മൾ അനുസരിക്കുന്നത് ആരെയല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത പാസ്റ്ററെ അല്ല. നമുക്ക് പാസ്റ്ററെ ഇഷ്ടമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മുടെ ലീഡറിനെ നമ്മൾ ഇഷ്ടമുണ്ടോ എന്നുള്ളതല്ല. ഗോഡ് അപ്പോയിന്റ് ചെയ്ത ലീഡർ ആണെങ്കിൽ എന്ത് ചെയ്യണം? നാം അനുസരിക്കണം. അപ്പൊ നമ്മുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുവാനായിട്ട് പാടില്ല. അപ്പൊ ദൈവത്തിന്റെ അഭിഷേകമുള്ള, അനോയിന്റിംഗ് ഉള്ള, അപ്പോയിന്റ്മെന്റ് ഉള്ള സ്പിരിച്വൽ അതോറിറ്റി, നമുക്കൊരു സ്പിരിച്വൽ അതോറിറ്റി ഉണ്ടായിരിക്കണം. അതും കൂടെ ഞാൻ പറയുക. നമുക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്കൊരു സ്പിരിച്വൽ അതോറിറ്റി, നമ്മളെ തർജ്ജനം ചെയ്യുവാനും നമ്മെ നിയന്ത്രിക്കുവാനും നമ്മെ കറക്റ്റ് ചെയ്യുവാനും നമ്മെ ഉപദേശിക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു സ്പിരിച്വൽ അതോറിറ്റിയുടെ അണ്ടറിലായിരിക്കണം. ഇപ്പൊ ഞങ്ങളെ സ്പിരിച്വൽ അതോറിറ്റി പഠിപ്പിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഈ സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു കവറിങ്. അപ്പൊ നമ്മൾ ഒരു കുട പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളിനെ നമ്മൾ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു കാലം കുട പിടിച്ചുകൊണ്ട് ഒരാൾ പോവുകയാണ്. അപ്പം ഒരു വലിയ കുടയാണ്. അപ്പം അതുകൊണ്ട് പോയാൽ നമുക്ക് മഴ നനയത്തില്ല. അപ്പൊ മഴയിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് ഈ കുട പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കുട മുഴുവനും, അപ്പൊ ഒരു അതോറിറ്റിയുടെ കവറിങ് ആയിട്ട് നമ്മൾ കാണും. അതോറിറ്റിയുടെ കവറിങ്, അത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ഈ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ കുട നോർത്തിട്ട് ഒരു ബ്ലേഡ് എടുത്തിട്ട് ഇതിന്റെ ഈ കുടശീല മുഴുവനും വരഞ്ഞ് കീറി കളയുകയാണെങ്കിലോ, കുടയാണ്, പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പക്ഷെങ്കിൽ ആ ഒരു കവറിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ആ കവറിങ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല. ആ വെള്ളം മുഴുവനും നമ്മുടെ തലയിൽ വീഴുകയും ചെയ്യും. സോ ഒരിക്കലും സ്പിരിച്വൽ അതോറിറ്റിയുടെ കവറിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ആ അതോറിറ്റിക്ക് കമാൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ കമാൻഡ് ചെയ്യുന്നവരോട് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ജാതികൾ കർത്തൃത്വം നടത്തുന്ന പോലെയല്ല നിങ്ങൾ കർത്തൃത്വം നടത്തേണ്ടത്. ആടുകൾക്ക് മാതൃകയായി നിങ്ങൾ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, നിനക്ക് ലഭിച്ചിരിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റി വെച്ചുകൊണ്ട് അവിടെയുള്ള ചില ആളുകളോട് നീ ആജ്ഞാപിക്കണം, നീ കമാൻഡ് ചെയ്യണം. എന്താണ്? അന്യ ഉപദേശം പഠിപ്പിക്കരുത്. അന്യഥാ ഉപദേശിക്കരുതെന്ന് മലയാളത്തിൽ പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ദുരുപദേശം, സത്യോപദേശത്തിൽ നിന്ന് വ്യത്യസ്തമായ അന്യമായ ഒരു ഉപദേശം നീ ചെയ്യരുത്, പഠിപ്പിക്കരുത് എന്ന് ചില ആളുകളോട് പറയണം. കാരണം അവിടെ അന്യഥാ ഉപദേശിക്കുന്ന, സ്ട്രേഞ്ച് ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്ന ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയാണ് നിലനിർത്തേണ്ടത്. അവരുടെ മേൽ നിനക്കെന്തുണ്ട്? അതോറിറ്റി ഉണ്ട്. അപ്പൊ അതോറിറ്റി ഉള്ള ആളുകളോട് എന്ത് ചെയ്യുക? അതോറിറ്റിയുടെ അണ്ടറിലുള്ള ആളുകളോട് ആജ്ഞാപിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് നീ ഉപദേശിക്കണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്കുകൾ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അപ്പൊ പൗലോസ് ഗലാത്യർക്ക് ഇതേ കാലഘട്ടത്തിൽ തന്നെ, ഇതിന് കുറച്ച് മുമ്പാണ് എഴുതുന്നത്. ലേഖനം എഴുതിയപ്പോ പറയുകയാണ്, മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു. അപ്പൊ ഇത്ര വേഗത്തിൽ ഞാൻ അവിടെ നിന്നും പോന്ന് കഴിഞ്ഞ് ഉടൻ തന്നെ നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇത് ഒരുപക്ഷെങ്കിൽ അവരുടെ ചുറ്റുപാടുകളിലുള്ള ആളുകൾക്ക് മനസ്സിലാവത്തില്ല. ഈ മറ്റൊരു സുവിശേഷത്തിലേക്ക് ആകൃഷ്ടരായ ആളുകൾക്ക് അവർ തെറ്റായ പാതയിലാണെന്ന് അവർക്കും അറിയത്തില്ല. കാരണം അവർക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, അവർക്ക് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളിലും കൂടെ അവർ ആത്മീയരായിട്ട് തന്നെ പോകുന്നു അവരങ്ങ് ധരിക്കുകയും വേറൊരു സുവിശേഷം. അപ്പൊ ചിലർ എന്ത് ചെയ്തു? നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു. അപ്പൊ അപ്പോസ്തലന്മാര് പഠിപ്പിച്ച ഉപദേശത്തിന് വിരുദ്ധമായിട്ട് അവരെ പഠിപ്പിച്ച ചില ആളുകൾ അവരെ മറിച്ചു കളഞ്ഞു. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ.
അപ്പൊ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ തിമോത്തിയോസിന്റെ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ നോക്കുമ്പോൾ അവിടെ നാം കാണുന്നു, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. സോ ഞാൻ ഈ ആജ്ഞാപിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഈ ആജ്ഞ സ്നേഹത്തിന്റെ ആത്മാവിലായിരിക്കും. അപ്പൊ അന്യത ഉപദേശിക്കരുത്. സ്നേഹത്തിന്റെ ആത്മാവിൽ എങ്ങനെയാണ് ആജ്ഞാപിക്കുന്നത്? സ്നേഹത്തിന്റെ ആത്മാവിൽ എങ്ങനെയാ സ്നേഹത്തിന്റെ ആത്മാവിൽ ആജ്ഞാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞ് 3:30 സ്കൂൾ വിട്ടാൽ 4 മണിയാകുമ്പോൾ വീട്ടിൽ വരണ്ടേ? പക്ഷെ കൂട്ടുകാരുടെ വീട്ടിൽ കയറി ഇരുന്നിട്ട് അരമണിക്കൂർ താമസിച്ചാണ് വീട്ടിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കുക, കൊച്ചിനെന്താ പറ്റിയെന്ന് നോക്കിയിരിക്കുക. അപ്പം ഒരു 5 മണിയായപ്പോൾ ആടി തിരിഞ്ഞ് കയറി വരുക. നമ്മളെന്താ പറയും? തല്ലിക്കൊല്ലുവോ? നമ്മൾ തല്ലിക്കൊല്ലത്തില്ല. പിന്നെന്താ പറയും? ഇനി മേലാൽ ആരോടും പറയാതെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഇരിക്കരുത്, സ്കൂൾ വിട്ട ഉടനെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചൂലിന്റെ അറ്റത്തുനിന്നൊരു ഈർക്കിലെടുത്തിട്ട് 2 അടി കൊടുക്കും ചെറുതായി, അല്ലേ? അപ്പൊ തല്ലുന്നത് എന്തിനു വേണ്ടിയല്ല, കൊല്ലാൻ വേണ്ടിയാണ്. അധികാരമുണ്ടെങ്കിലും തല്ലുന്നത് കൊല്ലാൻ വേണ്ടിയല്ല, പിന്നെന്തിനാ? നന്നാകാൻ വേണ്ടി. ഇന്ന് പല ആളുകളും ആജ്ഞാപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് നന്നാകാൻ വേണ്ടിയാണ്. നന്നാകണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. മനസ്സിലായോ? ചില ആളുകളെ വിമർശിക്കുന്നതും ഉപദേശിക്കുന്നതും ശകാരിക്കുന്നതും ഒക്കെ അവര് നന്നാകണമെന്നുള്ള ഉദ്ദേശത്തിലേ അല്ല, അവര് നശിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളെ വലിച്ചു കീറുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അവര് നന്നാകണം, അവരൊരിക്കലും നന്നാകത്തില്ല. ഇവരും നന്നാകത്തില്ല, അവരും നന്നാകും. അപ്പൊ എന്ന് പറഞ്ഞാൽ നന്നാകണമെന്നുള്ള ഉദ്ദേശത്തിലുള്ള ആജ്ഞയല്ല അത്. അവിടെ എന്തില്ല? സ്നേഹത്തിന്റെ ആത്മാവില്ല. അപ്പൊ ചർച്ചിന്റെ കറക്ഷൻസ്, സഭയുടെ അങ്ങനെയുള്ള ഗുണീകരണങ്ങൾ എങ്ങനെയായിരിക്കണം? സ്നേഹത്തിന്റെ ആത്മാവിൽ ആയിരിക്കും. അപ്പൊ എനിക്ക് ഉള്ള അനുഭവമുള്ള ഒരു ലീഡറിനെ എനിക്കറിയാം. ഒരുപക്ഷെ അതെന്റെ അനുഭവമായിട്ട് തന്നെ കരുതിക്കും. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി. അപ്പൊ എൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ അതിന് കാരണമായ വേറൊരു മിസ്റ്റേക്ക് വേറൊരാൾ വരുത്തിയിട്ടു. അപ്പൊ ഞാൻ തീരുമാനിച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ സ്ഥലം കാലിയാക്കിയേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോവാം, എനിക്ക് ഇനിയിപ്പോ ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം. അപ്പൊ ഇത് ലീഡർ അറിഞ്ഞ ശേഷം സംസാരിക്കാൻ വേണ്ടി വിളിക്കും. സാധാരണ വിളിക്കുവാണെങ്കിൽ ഇയാൾ എന്താ പരിപാടി കാണിക്കുന്നത്, താനാളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലയോ, ഇങ്ങനെ ചെയ്തത്, എന്തെല്ലാം കാര്യങ്ങൾ പറയാനും. ഞാൻ എന്നെ വിളിച്ചിട്ട് ഒരു ചെറിയ കഫയുണ്ട്, അവിടെ പോയി ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് ഒരു കാപ്പി കുടിച്ചു. കുറെ വർത്തമാനങ്ങൾ പറഞ്ഞു. ഈ വിഷയങ്ങളെ കുറിച്ച് സത്യത്തിൽ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഒരു അരമണിക്കൂർ ഒരുമിച്ചിരുന്ന് കാപ്പിയും കുടിച്ച് വർത്തമാനം എല്ലാം പറഞ്ഞ ശേഷം പറഞ്ഞു, ഓക്കെ, കർത്താവ് നമ്മെ ഏൽപ്പിച്ച വേല നമുക്ക് ഒരുമിച്ച് ചെയ്യണം, ഇത്രയും മാത്രം പറഞ്ഞ ശേഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലീഡറിനോടും മറ്റേ ലീഡറിനോടും ഒക്കെ ഉണ്ടായിരുന്ന ആ എല്ലാ കാര്യങ്ങളും അങ്ങ് അലിഞ്ഞു. എന്നെ ശാസിച്ചില്ല, പക്ഷെങ്കിൽ എനിക്കൊരു വലിയ കമാൻഡിങ്, ഒരു ഉപദേശമൊക്കെ അതിനകത്തൂടെ ഉണ്ട്, അല്ലേ? ഒരു സാന്ത്വനമുണ്ട്, ഒരു കരുതലിന്റെ, പ്രൊട്ടക്ഷന്റെ, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വാക്കൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടും. അതാണ് ഈ സ്നേഹത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ ആത്മാവിൽ കറക്ഷനിലേക്ക് കൊണ്ടുവരും, കറക്റ്റ് ചെയ്യും. അപ്പം ആജ്ഞയുടെ ഉദ്ദേശം എന്താണ്? സ്നേഹമായിരിക്കണം. അത് ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവ കൊണ്ട് ഉളവാകുന്ന സ്നേഹത്തിലുള്ള ആജ്ഞാപനം. അപ്പൊ ആ രീതിയിൽ
അപ്പൊ നാളെ അങ്ങോട്ട് ചെന്ന് പൗലോസ് ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നീ പഠിപ്പിക്കുന്ന മൊത്തം ദുരുപദേശമോ പൊക്കോണോ ഇവിടെ നിന്നും പറഞ്ഞ് അയക്കുകയും, മറിച്ച് വിളിച്ചിരുത്തി എന്ത് ചെയ്യണം, അത് തെറ്റായ ഉപദേശമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആ സഭയിലുള്ള നിന്റെ അതോറിറ്റി നീ സ്നേഹത്തിൽ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ അന്യത ഉപദേശിക്കരുത്. വിശ്വാസത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കരുതെന്നും ചിലരോട് പറയാൻ വേണ്ടി നീ എഫെസോസിൽ താമസിക്കണം. അപ്പൊ സഭയിലെ ഉപദേശത്തെ, ദുരുപദേശത്തെ നേരിടുവാനുള്ള നിർദ്ദേശങ്ങൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങിയതാണ് നാം കണ്ടത്. നമുക്ക് അടുത്ത ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് കഴിയുമെങ്കിൽ 1 തിമോത്തിയോസ് അവസാനിപ്പിക്കണം. ഒരു 3-4 ആഴ്ച കൊണ്ട് നമുക്ക് മുഴുവൻ ഭാഗങ്ങളും നമുക്ക് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകില്ല, എന്നാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? ഉണ്ടല്ലോ. പ്രജിത് പാസ്റ്റർ ഉണ്ടോ? പ്രജിത് പാസ്റ്റർ ഉണ്ടോ? പ്രജിത് പാസ്റ്ററെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം.